സ്തോത്രം. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവും ദൈവത്തിൻ്റെ സാക്ഷ്യവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താനദാസൻ പാസ്റ്റർ വർഗീസിനോടുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് ഇവിടെ വൈകുന്നേര സമയമാണ്. സ്തോത്രം. ഈ സമയം നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളിവിടെ ഉപവാസത്തോടാണ്. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഇതിന് ശേഷം ഞങ്ങളുടെ ആരാധനാ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ആരാധനയ്ക്കായിട്ട് കടന്നു പോകുവാൻ. എങ്കിലും സ്തോത്രം, ദൈവം ഒരുക്കുന്ന എല്ലാ സാവകാശങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് സ്തോത്രം, കർത്താവിൻ്റെ ദാസന് എന്നോട് സാക്ഷ്യങ്ങൾ കൂടി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. സ്തോത്രം. സ്തോത്രം. ഞാൻ വളരെ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഏകദേശം മേഖലകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. ആദ്യ സമയങ്ങളിൽ ഷെയർ ചെയ്യുമായിരുന്നു. പിന്നീട് ദൈവാത്മാവ് നിയോഗം തരുന്ന സമയമനുസരിച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത്. എന്നാൽ സ്തോത്രം, ഇന്ന് ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ എനിക്ക് അതിന് കൂടി സമയം ഷെയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമായി തീരത്തക്ക നിലവാരത്തിൽ ആ സാക്ഷ്യങ്ങൾ കൂടെ ഷെയർ ചെയ്യാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. അതിനു മുമ്പേ ഒരു വചനഭാഗം ഞാനൊന്ന് പറഞ്ഞ് എൻ്റെ സാക്ഷ്യവും അതിനുശേഷം ആ വചനത്തിൻ്റെ ആഴമേറിയ ദൂതുകളിലേക്കും കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളാണ്. സ്തോത്രം. പ്രാരംഭത്തിൽ നമ്മളത് വായിക്കുന്നത് യെശയ്യാവ് 54-ന്റെ 16-17 വാക്യങ്ങൾ. നിങ്ങൾ ആരെങ്കിലും വായിക്കുമെങ്കിൽ വായിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. ആരെങ്കിലും എടുത്തെങ്കിലും ഒന്ന് വായിച്ചു. ഓക്കെ. തീക്കനൽ ഊതി പണി ചെയ്ത് ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നശിപ്പിക്കുവാൻ സംഹാരകനെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് ഈ രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ചില നീതി വെളിപ്പെടാൻ പോവുകയാണ്. ചില ആയുധങ്ങളെ ക്യാൻസൽ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ചില നീതി ഇന്ന് ഈ സമയം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. വിശ്വസിച്ചു. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചില ആയുധങ്ങളെ, സ്തോത്രം, അത് ഏതൊക്കെ മേഖലകളാണെങ്കിലും അദൃശ്യ മേഖലയിൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചില ആയുധങ്ങളെ ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ നിങ്ങൾ പോലും അറിയാതെ ദൈവം ക്യാൻസൽ ചെയ്ത് കളയാൻ പോവുക. സ്തോത്രം. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ പ്രതിസന്ധി കാണാത്തവണ്ണം, സ്തോത്രം, ചില പദ്ധതികളെ ദൈവം ക്യാൻസൽ ചെയ്ത് കളയാൻ പോവുക. സ്തോത്രം. ഞാൻ സ്തോത്രം എൻ്റെ സാക്ഷ്യത്തിൽ കിടക്കുക. ഈ വചനം ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം എന്നെ ഒത്തിരി ബലപ്പെടുത്തിയൊരു വചനമായിരുന്നു ഈ വാക്യം എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ 2009 ഞാൻ അബുദാബിയുടെ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. 9 അവസാനം. അതിനു മുമ്പേ സ്തോത്രം ഞാൻ അബുദാബിയുടെ പ്രദേശത്ത് കടന്നു വന്നാണ് വിശ്വാസ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എന്നാൽ സ്വതന്ത്ര ബാക്ക്ഗ്രൗണ്ടിൽ വളരെ ഭക്തിയോടൊക്കെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ഒരു ഭക്തിയൊക്കെ വിടേണ്ട സാഹചര്യം വന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വളരെ ഭക്തിയോടൊക്കെ പോകുന്നു, പക്ഷേ സ്തോത്രം പള്ളിക്കാരൊന്നും എൻ്റെ ഭക്തി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ കാശുള്ളവരെയും പണമുള്ളവരെയും എല്ലാം അക്സെപ്റ്റ് ചെയ്തൊക്കെ പോകുന്ന ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഒത്തിരി മടുത്തു. സ്തോത്രം. അങ്ങനെ സ്തോത്രം ഞാൻ സ്തോത്രം ആ മേഖലകളിൽ നിന്നെല്ലാം വിടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനത്തിലേക്ക് മാറാൻ തുടങ്ങി. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് അങ്ങനെ മാറി. അങ്ങനെ DYFയുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് പോയി. അതിനുശേഷം കോളേജിലേക്ക് പോകുമ്പോഴത്തേന് SFIയുടെ പ്രവർത്തനമായിട്ട് നടന്നു. അങ്ങനെ സ്തോത്രം ജീവിതം ഒരു വല്ലാത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പാർട്ടി പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, ഇതെല്ലാമായിട്ട് പോകുന്നു. അപ്പോൾ തന്നെ പള്ളിയിൽ ആക്റ്റീവാണ്, യൂത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് പോകുന്നു. സ്തോത്രം. ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്തോത്രം ഞാൻ എൻ്റെ ഡിഗ്രി പഠനത്തിൽ തന്നെ സ്തോത്രം ഞാനാണെങ്കിൽ സ്തോത്രം ട്യൂട്ടോറിയൽ കോളേജുകളിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടെ എനിക്ക് കുറേ അധ്യാപകരെയൊക്കെ കിട്ടി. അപ്പോൾ പിന്നെ കുറച്ച് മദ്യപിക്കാൻ തുടങ്ങി. അങ്ങനെ സ്തോത്രം മദ്യപാനം, രാഷ്ട്രീയം, ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതം വേറൊരു ലെവലിലേക്ക് പോകാൻ തുടങ്ങി. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത വൾഗറായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ജീവിതം പോകാൻ തുടങ്ങി. അങ്ങനെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് സിനിമയുമായിട്ട് കണക്ഷൻ കിട്ടി. സ്തോത്രം. അങ്ങനെ സിനിമാഭിനയവുമായിട്ട് പോയി. അപ്പോൾ എല്ലാ മേഖലകളും ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മാതാവിന്, ഞാൻ ഒരു മകനാണ്, അപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷ എൻ്റെ മേലുണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ അവർക്ക് എൻ്റെ മേലുള്ള പ്രതീക്ഷകളെല്ലാം തകരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ
അവസ്ഥയുടെ നടുവിൽ സ്തോത്രം അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് വിശ്വാസത്തിലൊന്നുമല്ല, പെന്തക്കോസിലൊന്നുമല്ല, പക്ഷെ അവർ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു കാര്യം കൂടെ ഞാൻ അവിടെ എന്നോട് പറയാം സ്തോത്രം. പിന്നീട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ സ്തോത്രം, നീ പോകുന്ന ഞാൻ നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന ആരും കാണത്തില്ലെന്നതുപോലെ എൻ്റെ വിചാരം ഇതൊന്നും എൻ്റെ മാതാവും പിതാവും ഒന്നും അറിയുന്നില്ലെന്നാണ് ഞാൻ കാണിക്കുന്ന എല്ലാ പരിപാടികളും. പക്ഷേ അവർ നന്നായിട്ട് സ്തോത്രം, എൻ്റെ മാതാവ് നന്നായിട്ട് ഇതിനെല്ലാം ഒബ്സർവ് ചെയ്ത് നന്നായിട്ട് അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം എന്നോട് ചോദിക്കാറില്ല, പക്ഷേ സ്തോത്രം അവർ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ ഒരു മാനസാന്തരം കൊടുത്ത് മടങ്ങി വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് എന്നോട് പറഞ്ഞൊരു പദം കൂടെ ഞാൻ ചേർത്ത് പറയാം സ്തോത്രം. മോനെ, ഞാൻ നിന്റെ ഈ അവസ്ഥകൾ ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാൽ സ്തോത്രം ഒന്നീ നിന്നെ പിടിച്ചിട്ട് അടിക്കും, അല്ലെങ്കിൽ നിനക്കെതിരെ അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് എനിക്ക് തന്നെയാണ് നഷ്ടം. പക്ഷേ സ്തോത്രം പറയേണ്ട ഒരുവനോട് ഞാൻ പറഞ്ഞു. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഒരു ആത്മാവിൽ ഒരു ദൂത് കണക്ട് ചെയ്യാം. നീ പറയേണ്ടവനോട് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം മനുഷ്യന്റെ മുമ്പിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ സ്തോത്രം. രഹസ്യത്തിൽ നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട് സ്തോത്രം. എൻ്റെ മാതാവ് മനുഷ്യരോട് പറഞ്ഞായിരുന്നു, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കത്തില്ലായിരുന്നു സ്തോത്രം. എൻ്റെ മാതാവ് സ്തോത്രം മനുഷ്യരോട് പറയാതെ പറയേണ്ട ദൈവത്തോട്, രഹസ്യത്തിൽ കാണുന്ന ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം എൻ്റെ ജീവിതത്തിനകത്ത് ചില രൂപാന്തരങ്ങൾ വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അവിടെ ഒന്നും എനിക്ക് മാറ്റം വന്നില്ല സ്തോത്രം. അവസാനം സ്തോത്രം ഒരു വ്യത്യാസവും കാണുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് നീ ആകപ്പാടെ ഒരെണ്ണത്തെ തന്നിട്ടുള്ളൂ, ഒന്നുകിൽ സ്തോത്രം ഇവൻ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരണം, അല്ലെങ്കിൽ സ്തോത്രം ഇത് കാണുന്നതിന് മുമ്പേ എന്നെ എടുക്കണമെന്ന് പറഞ്ഞ് സ്തോത്രം ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി സ്തോത്രം. ഞാൻ പല കാര്യങ്ങളിലേക്കും പോകും. എൻ്റെ അമ്മ പറഞ്ഞു സ്തോത്രം നീ തെറ്റെല്ലാം മനസ്സിലാക്കി മടങ്ങി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ മടങ്ങി വരും നമുക്ക് കാണാമെന്ന് പറഞ്ഞു സ്തോത്രം. അല്ലേ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതുപോലെ സ്തോത്രം എൻ്റെ തെറ്റുകളെ എനിക്ക് മനസ്സിലാക്കി മടങ്ങി വരത്തക്ക നിലവാരത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ ചെറിയൊരു അനുഭവം നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ സംഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് അബുദാബിയിലേക്ക് വരുവാൻ തക്കാണ് ഒരു ഇൻ്റർവ്യൂ വന്ന് സ്തോത്രം. ഞാൻ ഈ ഇൻ്റർവ്യൂവിനകത്തിലേക്ക് പോകുമ്പോഴും എൻ്റെ ഉദ്ദേശം ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവിടെ ഏതെങ്കിലും ബാറിൽ കയറി മദ്യപിച്ച് തിരിച്ചു പോരുക എന്നുള്ളൊരു ഉദ്ദേശത്തോടാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ മാതാവ് ഇവിടെ മുട്ടയിലിരിക്കുകയാണ് സ്തോത്രം. എനിക്ക് സ്തോത്രം ആ ഇൻ്റർവ്യൂ കിട്ടി, ഞാൻ കയറിപ്പോണേ, എങ്ങനെയെങ്കിലും ഈ ദേശത്തുനിന്ന് പോകണവൻ ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ സ്തോത്രം എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ആ ഇൻ്റർവ്യൂ ഞാൻ സെലക്റ്റായി സ്തോത്രം. ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയതിനു ശേഷം ഞാൻ അബുദാബി പട്ടണത്തിലേക്ക് കടന്നു വരിക സ്തോത്രം. മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഹൃദ്യമായി സംസാരിക്കുമെന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവം അബുദാബി പട്ടണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സ്തോത്രം എന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ അടിച്ചു പൊളിച്ച് തകർത്ത് നടന്ന ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ച ജോലി എനിക്ക് ലഭിച്ചില്ല, എല്ലാം തകിടം മറിഞ്ഞു സ്തോത്രം. ഞാൻ ഒന്നുമില്ലാത്തവനെ പോലത്തെ ഒരു അവസ്ഥയിലായി സ്തോത്രം. ഞാൻ അവിടെ സ്തോത്രം വല്ലാത്ത അവസ്ഥകളിലെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കാണ് വന്നത് സ്തോത്രം. ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലാണ് വന്നത്. പക്ഷേ അതൊന്നും കിട്ടാത്തൊരവസ്ഥയിലായി ഞാൻ ആകെ തകർന്ന് മാനസികമായിട്ട് ശാരീരികമായിട്ട് എല്ലാം തകർന്ന് വല്ലാത്ത അവസ്ഥയിൽ പോവുകയാണ്. അവിടെ ഒരു ക്യാമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത് സ്തോത്രം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്തോത്രം കുറേ നാളുകൾ ഇങ്ങനെ കഴിയും, ചില മാസങ്ങൾ കഴിഞ്ഞ് എൻ്റെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. അതിനൊന്നും എന്നെ ജയിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി സ്തോത്രം. എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് കയറി പോകാനും പറ്റത്തില്ല, കാര്യം ഞാൻ കൊടുത്ത പൈസ തിരിച്ചു കൊടുക്കാൻ എൻ്റെ ഇല്ല സ്തോത്രം. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ സ്റ്റക്കായി നിൽക്കുമ്പോൾ സ്തോത്രം ഞങ്ങളുടെ ക്യാമ്പിലേക്ക് കുറേ പെന്തക്കോസ്തുകാർ സുവിശേഷം പറയാനായിട്ട് കടന്നു വന്നു സ്തോത്രം. ഈ സ്തോത്രം പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ആൾക്കാർ രക്ഷിക്കപ്പെടാനും വിശ്വാസത്തിലേക്ക് കടന്നു വരാനൊക്കെ കാരണം സ്തോത്രം ഈ ക്യാമ്പ് മിനിസ്ട്രിയാണ്. ഞാൻ ഇന്നും ആ മിനിസ്ട്രി ചെയ്യുന്നുണ്ട്. ഇവിടെ ഒത്തിരി ക്യാമ്പുകളിൽ പോയി അനേകരോട് സുവിശേഷം പറയാം. പലരെയും ആ ഒരു മിനിസ്ട്രി ഇന്നും ഞാൻ ചെയ്യുന്നുണ്ട്, കാര്യം ഞാൻ ആ ഒരു മിനിസ്ട്രി കൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് ഇന്നും എനിക്ക് ക്യാമ്പുള്ള സഹോദരന്മാർ ആ മിനിസ്ട്രി ഇന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്നും ചർച്ചിലെ ഫാമിലീസിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ക്യാമ്പിൽ എല്ലാ ആഴ്ച ഒരു മീറ്റിംഗ് ഉണ്ട്, ക്യാമ്പ് വിസിറ്റുകളുണ്ട് സ്തോത്രം. അത് ഭയങ്കര ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ട് ഇന്നും പോകുന്നുണ്ട് സ്തോത്രം. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട്, ഞാൻ അവിടെ നിന്നാണ് കയറി വന്നത്, അതുകൊണ്ട് എനിക്ക് ആ മിനിസ്ട്രി വിടാൻ പറ്റത്തില്ല സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം അങ്ങനെ സ്തോത്രം അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എല്ലാ ആഴ്ചയും റൂമിലൊക്കെ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ അവസാനം നമ്മളെ പെന്തക്കോസുമായിട്ടൊക്കെ ഭയങ്കര എതിർപ്പുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന സാഹചര്യത്തിന്റെ നടുവിൽ സ്തോത്രം എൻ്റെ പ്രശ്നങ്ങൾ കൂടി വന്നപ്പോൾ ഞാൻ നിവർത്തിയില്ലാതെ അവരോട് പറഞ്ഞു സ്തോത്രം എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുമോ, ഞാൻ ഇങ്ങനെ ആകെ പെട്ടുകിടക്കുവാന്ന് പറഞ്ഞു സ്തോത്രം. ഒരു മോനെ പ്രാർത്ഥിക്കാം സ്തോത്രം, നീ ചർച്ചിലൊന്ന് വരാൻ പറഞ്ഞു ഈ ആഴ്ച സ്തോത്രം. ഞാൻ എൻ്റെ വിഷയം മാറാൻ വേണ്ടി ചർച്ചിൽ പോയി. വിഷയം മാറാൻ വേണ്ടി ആദ്യത്തെ ആഴ്ച ചർച്ചിൽ പോയി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് സ്തോത്രം. അന്ന് ആ മീറ്റിങ്ങിൻ്റെ അവസാനം അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദൈവദാസൻ സ്തോത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോടൊരു ദൂത് പറഞ്ഞു, മോനെ 6 മാസത്തിനുള്ളിൽ നിന്റെ സ്ഥിതിക്കും അവസ്ഥയ്ക്കും ദൈവം മാറ്റം വരുത്തും എന്ന് പറഞ്ഞു. ഞാൻ ആ ദൂതിനെ കയറി പിടിച്ചു സ്തോത്രം. കാര്യം എനിക്ക് വേറെ ഒന്നുമില്ല ആശ്രയിക്കാൻ സ്തോത്രം. ഞാൻ ആ ദൂതിനെ കയറി പിടിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയാം സ്തോത്രം, നിങ്ങളോട് ദൈവം ഒരു ആലോചന പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ ഒരു സാധ്യതയും കാണത്തില്ല, അതൊരു കച്ചിത്തുരുമ്പായിരിക്കും.
നിങ്ങൾ അതേ കയറി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. എനിക്ക് മറ്റൊരു സാധ്യതയില്ല. ഞാൻ ആ ദൂതനെ കയറി പിടിച്ചു, എല്ലാ ആഴ്ചയും ചർച്ചിൽ പോകാൻ തുടങ്ങി. സ്തോത്രം. എന്തിനു വേണ്ടി ചർച്ചിൽ പോകാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം. സ്തോത്രം. പക്ഷേ 6 മാസമൊന്നും എടുത്തില്ല, ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ആ ദൈവദാസൻ പറഞ്ഞ പോലെ എൻ്റെ സ്ഥിതികൾക്ക് അവസ്ഥകൾക്കെല്ലാം ദൈവം ഭേദം വരുത്താൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. പ്രാരംഭത്തിൽ ഞാൻ ചർച്ചിൽ പോയത് ഒരു വിടുതലിന് വേണ്ടിയാണ്. സ്തോത്രം. പക്ഷേ എനിക്ക് മനസ്സിലായി ജീവനുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് എനിക്ക് പിടികിട്ടി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് പിടികിട്ടിയപ്പോൾ ഞാൻ സ്തോത്രം കൂടുതലായിട്ട് ചർച്ചിൽ പോവുകയും ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. തുടർന്ന് അവരെന്നോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം. സ്തോത്രം. തുടർന്ന് എന്നോട് സ്തോത്രം പറഞ്ഞു, എൻ്റെ കയ്യിൽ സ്തോത്രം ഒരു ബൈബിളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. സ്തോത്രം. എല്ലാം ഫുള്ളായിട്ടുള്ള ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ബൈബിൾ ഞാൻ വെച്ചിരുന്ന എന്തിനാന്ന് ചോദിച്ചാൽ 91 സങ്കീർത്തനം വായിക്കും, പേടി കിട്ടാതിരിക്കാൻ തലവണ കിഴി വെച്ചുകൊണ്ടിരുന്ന സാധനമാണിത്. സ്തോത്രം. പക്ഷേ അവരെനിക്കൊരു പുതിയ നിയമത്തിന്റെ ബൈബിൾ എൻ്റെ തന്നിട്ട് പറഞ്ഞു, സ്തോത്രം മോനെ, സ്തോത്രം, സ്നാനം എവിടെയാണെന്നോ സ്നാനത്തെക്കുറിച്ച് എങ്ങനെയാണെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ അതിന്റെ ഫുൾ റെഫറൻസുകൾ എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞുകൊണ്ട് ഈ റെഫറൻസുകൾ വെച്ചിട്ട് സ്തോത്രം മോനെ, സ്തോത്രം, ബൈബിൾ വായിക്കണം. സ്തോത്രം. ഈ റെഫറൻസുകളിലെല്ലാം സ്നാനത്തെക്കുറിച്ച് കിടപ്പുണ്ട്, മോനത് വായിക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ സ്തോത്രം ആദ്യമായിട്ട് സ്തോത്രം ഈ ബൈബിൾ എടുത്തിട്ട് ഈ റെഫറൻസുകൾ ആദ്യമായിട്ട് സ്തോത്രം നോക്കാൻ തുടങ്ങി. സ്തോത്രം. സ്നാനത്തെക്കുറിച്ച് റെഫറൻസ് ഞാൻ എൻ്റെ പ്രിയ ദൈവമക്കളോട് പറയാം, എൻ്റെ ലൈഫിനകത്തുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ഈ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ ഒരാൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആരാന്ന് വെച്ചാൽ മനുഷ്യരൊന്നുമില്ല. സ്തോത്രം. ഒരു വ്യക്തി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. നീ എന്തൊരു മണ്ടന, ഇത്രയും വർഷമായിട്ട് ഈ സത്യം അറിയാതെ നീ കിടന്നല്ലോ എന്ന് ഒരാൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ പിന്നെ ആരോടും ചോദിച്ചൊന്നുമില്ല. സ്തോത്രം. അല്ലല്ലേ, ഞാൻ പറഞ്ഞു എനിക്കും സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾക്കറിയോ 2010 ഏപ്രിൽ മാസം സ്തോത്രം ഞാൻ അബുദാബി വെച്ചിട്ട് സ്നാനപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. സ്തോത്രം. സ്നാനപ്പെട്ട് സ്തോത്രം ഒത്തിരി പ്രതിസന്ധി അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പള്ളിക്കാര്, സ്തോത്രം, അതേപോലെ യുവജന പ്രസ്ഥാനക്കാര്, ഞാൻ സ്തോത്രം ഗൾഫിലേക്ക് വരുമ്പോഴത്തേനും ഒരു കൂട്ടം യുവജന പ്രസ്ഥാനക്കാരും അച്ഛന്മാരും പള്ളിക്കാരും ഒക്കെ എന്നെ സ്തോത്രം കൊണ്ടുവിടാനായിട്ട് വന്നത്. സ്തോത്രം. അപ്പോൾ ഇവരെല്ലാം ഇളകി വലിയ വിഷയങ്ങളുണ്ടായി. സ്തോത്രം. എനിക്കാണെങ്കിൽ കോളുകൾ മുഴുവൻ കോട്ടയം ഭദ്രാസനത്തിൽ നിന്ന് എനിക്ക് കോളുകളെല്ലാം വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയാം ഓർത്തഡോക്സിന്റെ മെയിൻ സംഭവമാണ് അവിടെ, അല്ലെ, ദേവലോക ആരാധന. ഇവിടുന്നൊക്കെയാണ് എനിക്ക് കോളുകളെല്ലാം വന്നുകൊണ്ടിരുന്നത്. എനിക്ക് ഞാൻ പല കോള് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാര്യം അതേപോലെ കോള് ഞാൻ സ്നാനപ്പെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര സംഭവങ്ങളായി. പക്ഷെ അവിടെ നിന്നെല്ലാം പിടിച്ചു നിൽക്കാൻ ദൈവം കൃപ തന്നു. സ്തോത്രം. ഈ ഒത്തിരി പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സ്തോത്രം. അല്ലെങ്കിൽ ഗൾഫിൽ വെച്ചിട്ട് സ്തോത്രം സ്നാനപ്പെടും, നാട്ടിൽ ചെന്നിട്ട് പിന്നെ വേറെ വിഷയം. ആ ഒരു വിഷയം കൂടെ ഞാൻ ഒന്ന് പറയാം, ഞാൻ ആ ഒരു കാര്യം കൂടെ പറയാം. സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര ആണെന്ന്. സ്തോത്രം. ഞാൻ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഞാൻ അഭിഷേകം പ്രാപിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയാം. അത് അനേകർക്ക് ഒരു പ്രയോജനമായി തീരും. സ്തോത്രം. ഞാൻ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്തോത്രം എൻ്റെ ഒരു സ്നേഹിതൻ, അത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഒരു സ്നേഹിതൻ, അവൻ ഓർത്തഡോക്സുകാരൻ തന്നെയാണ്. അവൻ എന്നോട് ചോദിച്ചു, സ്തോത്രം, ഇനി നിന്റെ കല്യാണം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇനി നിങ്ങളുടെ കല്യാണം, ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യം, ഒത്തിരി പ്രാവശ്യം എന്നെ ദൈവം ചിന്തിപ്പിച്ചൊരു സാക്ഷിയാണ്. നിന്റെ കല്യാണം എങ്ങനെയാണെന്ന് ഫോണിൽ കൂടാണ് ചോദിച്ചത്. ഫോണിൽ കൂടെ ഞാനും അവനും മാത്രമുള്ള ഈ കോൺവെർസേഷനിൽ ഫോണിൽ കൂടെ എന്നോട് ചോദിച്ചു, നിന്റെ കല്യാണം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തോ കല്യാണം, എന്തോ സ്തോത്രം, ഞാൻ ഈ വിശ്വാസത്തിൽ നിന്ന് മാത്രം പെൺകുട്ടിയെ കെട്ടത്തോളം എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അവനോട് ശരിക്കുവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിക്കുവാണെന്ന് പറഞ്ഞു. ആ കോൺവെർസേഷൻ അത് കഴിഞ്ഞു, കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കോൺവെർസേഷൻ നടത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഈ അഭിഷേകത്തിന്റെ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പേ ഇതിനെ കട്ട് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. അല്ലേ സ്തോത്രം. ഞാൻ ഈ പട്ടണത്തിൽ വന്ന് സ്തോത്രം ചില വർഷങ്ങൾ കഴിഞ്ഞ് എൻ്റെ കുടുംബത്തെ ഈ പട്ടണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ എനിക്ക് അതിനുള്ള സാലറി പാക്കേജ് ഇല്ല. സ്തോത്രം. ഞാൻ പക്ഷേ എൻ്റെ വൈഫ് ഒരു നേഴ്സാണ്. സ്തോത്രം. പക്ഷേ വൈഫിനെ കൊണ്ടുവരണം, ഞങ്ങളുടെ ലൈഫിനകത്തുള്ളൊരു കുറച്ച് മാറ്റങ്ങൾ വരണമെങ്കിൽ വൈഫിനെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്നൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ സ്തോത്രം എൻ്റെ ഒരു സ്നേഹിതനോട് ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക. സ്തോത്രം. അദ്ദേഹം ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എന്നോട് പറഞ്ഞ് നമ്മുടെ ഒരു ദൈവദാസം വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പ്രാർത്ഥിക്കാനിരിക്കും. അദ്ദേഹം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഈ എൻ്റെ വൈഫിനെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ മാത്രം കിടക്കുന്ന ആഗ്രഹം, എനിക്കൊരു സ്റ്റെപ്പ് വെക്കാനുള്ള അവസരങ്ങളോ സാധ്യതകളോ ഇല്ല. സ്തോത്രം. ഇതെൻ്റെ മനസ്സിൽ മാത്രം കിടക്കുന്ന ആഗ്രഹമാണ്. പക്ഷേ സ്തോത്രം, ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ ദൈവ മനുഷ്യനോട് ചോദിച്ചു, മോനെ, നീ ഈ പട്ടണത്തിൽ നിന്റെ കുടുംബത്തെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ്, ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അദ്ദേഹം എന്നോട് അടുത്ത ദൂത്, നിങ്ങൾ ഇത് അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, എന്നോട് പറയാം, നീ എന്നെ മാനിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. പിടികിട്ടിയോ? എന്തുവാരെന്നറിയോ? ഞാനും എൻ്റെ സ്നേഹിതനോട് ഫോണിൽ നടത്തിയ കോൺവെർസേഷൻ. സ്തോത്രം. ആ വേടിനെ എടുത്തിട്ട് പറഞ്ഞു, സ്തോത്രം, നീ എന്നെ മാനിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. സ്തോത്രം. ആ വാക്ക് മോനെ ഞാൻ നിനക്ക് നീതിക്കായി കണക്കിട്ടിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും പറയുന്നൊന്നും ആരും കേൾക്കുന്നില്ല. നീ പറയുന്ന ഓരോ വേടുകളെയും ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ അത്
ശ്രദ്ധ വെച്ച് കേട്ടു. അവനത് സ്മരണയുടെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചു. എന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, സ്തോത്രം, മോനെ, അത് ഞാൻ നിനക്ക് വേണ്ടി നീതിക്കായി കണക്കിട്ടിരിക്കുക. എന്തുവാ? സ്തോത്രം, അല്ലെങ്കിൽ എങ്ങനെ നീ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, സ്തോത്രം, ഞാൻ വിശ്വാസത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പദത്തെ ദൈവം അഡ്രസ്സ് ചെയ്തു വെച്ചു, നോട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്നോട് പറയാം, എൻ്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവരാൻ ഒരു സാധ്യതയില്ലാതെ ഞാൻ നിൽക്കുമ്പോൾ എന്നോട് പറയാം, നീ എന്നെ മാനിച്ചു പറഞ്ഞ വാക്കിനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോനെ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കാൻ പോകുക. കേട്ടോ, നിങ്ങൾ കേട്ടോ, അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കാൻ പോകുക. അടുത്ത അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ദൂത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, സ്തോത്രം, മോനെ, മോശ ചെങ്കടലിന് മുമ്പ് നിൽക്കേണ്ടി വരുന്നത് പോലെ നീ നിൽക്കും, പക്ഷേ ചെങ്കടലിൽ വഴി തുറക്കുന്നത് പോലെ ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇതേപോലെയായിരുന്നു എൻ്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം അത്ഭുതത്തെ ചെയ്തത്. സ്തോത്രം, എൻ്റെ കമ്പനി പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു, സ്തോത്രം, പക്ഷേ എന്നോട് ദൈവം പറഞ്ഞതുപോലെ അവിടെ അവസരങ്ങളെ ഉണ്ടാക്കി, സ്തോത്രം, വഴികളെ തുറഞ്ഞ് എൻ്റെ സാലറികളെ ചേഞ്ച് ചെയ്ത്, സ്തോത്രം, എൻ്റെ കുടുംബത്തെ ഈ പട്ടണത്തിൽ കൊണ്ടുവരുവാൻ തക്കണം ദൈവം വഴികളെ തുറന്നു. ഇന്ന് ഈ സന്ധ്യാസമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളുടെ ഞാൻ ഒരു ദൂത് കൈമാറാം. നീ ദൈവത്തെ മാനിച്ചൊരു വാക്ക് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, അത് നിനക്ക് വേണ്ടി ദൈവം നീതിക്കായി കണക്കിടും. ഒരു പക്ഷേ ആരും അത് കേൾക്കുന്നില്ലായിരിക്കും, പക്ഷേ നീ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടാണോ പറഞ്ഞത്, അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, അത് കാണുന്ന ഒരു ദൈവമുണ്ട്, അത് അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ അറിയുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, ഹന്നെ ആലയത്തിൽ പോയി ചുണ്ടനങ്ങിയതേ ഉള്ളൂ. പുരോഹിതന് മനസ്സിലായില്ല അവരുടെ ഹൃദയത്തിന്റെ വേദന, പക്ഷേ അവരുടെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ് അവളെ അറിഞ്ഞൊരു ദൈവമുണ്ട്, അവളെ ഓർത്തൊരു ദൈവമുണ്ട്. തിരുവചനം പറയുന്നു, ഹന്നയെ ദൈവം ഓർത്തു. ആ ആണ്ടിൽ ദൈവം അവൾക്കൊരു തലമുറയെ കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ ദൂത് കൈമാറാം, ഈ ആണ്ട് തീരുന്നതിന് മുമ്പേ ചിലരെ ദൈവം ഓർക്കാൻ പോവുകയാണ്. ചിലരെ ദൈവം ഓർക്കും. ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന ചില പ്രതിസന്ധിയുടെ നടുവിൽ നീ ഇന്നലകളിൽ ദൈവത്തിന് വേണ്ടി നിന്നത് ചിലത് ദൈവം ഓർക്കും. ഓർത്ത്, ഹല്ലേലൂയ, നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ ദൈവാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഈ വിവാഹത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പേ അതും ഒരു സാക്ഷ്യം, എന്നെ പരിശുദ്ധം നടത്തുന്നതനുസരിച്ച് ഞാൻ സാക്ഷ്യം കണക്ട് ചെയ്യുന്നു കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഈ സ്തോത്രം, ഞാൻ വിവാഹത്തിലേക്ക് വരും, ഞാൻ പറഞ്ഞല്ലോ കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നു അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം, ആ സമയത്ത് സ്തോത്രം, ഇപ്പൊ അവിടെ അല്ല കേട്ടോ, ഇപ്പൊ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ദൈവം എന്റെ സ്ഥിതിയൊക്കെ മാറ്റി ഒരു വേറെ ലെവലിലാണ് ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം, അന്ന് സ്തോത്രം അവിടെ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവില് സ്തോത്രം, എന്റെ വീടൊക്കെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. എന്റെ വീടിന്റെ ഒരു ചെറിയ വീട്, ഓടിട്ട ചെറിയൊരു വീടായിരുന്നു എന്റെ വീട്. പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. സ്തോത്രം, അപ്പോ സ്തോത്രം, ഏകദേശം 1.5 വർഷം കഴിഞ്ഞ് വിശ്വാസത്തിലേക്ക് പോകുന്നു. ഞാൻ നാട്ടിലേക്ക് വരാൻ നേരത്തെ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നത് പോലെ എന്റെ സ്തോത്രം അമ്മയും എല്ലാവരും ചോദിച്ചു, മക്കളെ വിവാഹമൊക്കെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു. സ്തോത്രം, അപ്പൊ ഞങ്ങളുടെ റിലേഷനിൽപ്പെട്ട പെന്തക്കോസുകാരായിട്ട് ഒരു അച്ഛനുണ്ട്, അദ്ദേഹം ഒരു പാസ്റ്ററൊക്കെയാണ്. സ്തോത്രം, അദ്ദേഹം വീട്ടിലിങ്ങനെ വന്നിട്ട് സ്തോത്രം എൻ്റെ വീട്ടിൽ ഇങ്ങനെ എൻ്റെ മാതാവിനോടൊക്കെ ചോദിച്ചു, സ്തോത്രം, എങ്ങനെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അത് നോക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ വീടിൻ്റെ പരിസ്ഥിതിയൊക്കെ നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, ഈ വീട്ടിലെങ്ങനെ ഒരു കല്യാണമൊക്കെ നടക്കുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കാരെ ഒത്തിരി പേരുടെ വീടുകളൊക്കെ നല്ല സെറ്റപ്പിൽ വീടുണ്ടാക്കിയിട്ടിട്ട് പിള്ളേരുടെ കല്യാണം നടക്കുന്നില്ല, പിന്നെ ഈ വീടിനകത്തിൽ എങ്ങനെ കല്യാണം നടക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു. അപ്പം എൻ്റെ മാതാവ് ഹൃദയം തകർന്ന് എന്നെ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, മോനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം, ഞാൻ പറഞ്ഞു സാരമില്ല, മമ്മിയെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് സ്തോത്രം, അവിടെ ഹല്ലേലൂയ, സ്തോത്രം, ഒരു ജനറേറ്റർ റൂമുണ്ട്. സ്തോത്രം, കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ജനറേറ്റർ റൂമുണ്ട്. സ്തോത്രം, ഞാൻ ഇന്നുവരെയൊക്കെ ആകാനൊക്കെ കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒറ്റയ്ക്കുള്ള പല പ്രാർത്ഥനകളാണ്. സ്തോത്രം, ആ ജനറേറ്റർ റൂമിൽ കയറി മുട്ടുമടക്കിയിട്ട് ഞാൻ കർത്താവോട് കരഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിച്ചു, കർത്താവ്, എൻ്റെ വീടിനകത്ത് സാഹചര്യങ്ങളൊന്നുമില്ല, നാട്ടുകാരും വീട്ടുകാരും എങ്ങനെ വിവാഹം നടക്കുന്നു ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണം കർത്താവ്, എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ് നിലവിളിയോടെ കർത്താവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. കർത്താവിനോട് ഒരു ദൂത് പറഞ്ഞു, മോനെ, ആ വീട്ടിൽ തന്നെ ഞാൻ നിന്റെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞു. പിടികിട്ടിയോ നിങ്ങൾക്ക്? ആ വീടിനകത്തിൽ തന്നെ. ലോകത്തിന് സാഹചര്യം പ്രശ്നമാണ് ദൈവമക്കളെ, പക്ഷെ ദൈവത്തിന് സാഹചര്യം പ്രശ്നമല്ല. ഞാൻ പറയാം, ആ വീടിനകത്തിലാണ് എൻ്റെ കല്യാണം ദൈവം നടത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് പറഞ്ഞു, സ്തോത്രം, ആ വീടിനകത്ത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ വീടൊക്കെ വെച്ചത് അതിനകത്ത് ദൈവം ചെയ്തു. ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ തലമുറയുടെ വിവാഹം നടത്താൻ ദൈവത്തിന് വീടോ സാഹചര്യമോ പണമോ ഒന്നും ആവശ്യമില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവൻ അത്ഭുത മന്ത്രിയ വീരനാം ദൈവമാ, നിത്യ പിതാവ, സമാധാനത്തിന്റെ ദൈവം. അവൻ നിന്നോടൊരു വാക്കു പറഞ്ഞാലുണ്ടല്ലോ, ആ വാക്കു മാറത്തില്ല. പക്ഷെ നിങ്ങൾ തീഷ്ണതയോടെ നിൽക്കാൻ തയ്യാറായാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നിന്നാണെങ്കിൽ ഒരു പാസ്റ്റർ വന്നായിരുന്നു. ഇന്നും അദ്ദേഹം ഫേമസ് ആണ്, കൺവെൻഷൻ പ്രാസിക്കാൻ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അന്നും എനിക്ക് നല്ലതായിട്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് ദൈവമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. സ്തോത്രം. അപ്പോൾ അന്ന് എൻ്റെ സ്നേഹിതന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയ്ക്കൊക്കെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരിടത്ത് ചെന്നപ്പോഴത്തേന് അബുദാബി ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ സ്നേഹിതൻ്റെ ഒരു പാസ്റ്ററാണ് അദ്ദേഹം. അന്ന് സ്തോത്രം,
സ്തോത്രം അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, സ്തോത്രം നിന്റെ വിവാഹം കാര്യങ്ങളൊക്കെ, അദ്ദേഹം അവന് വേണ്ടിയ വിവാഹങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചർച്ചിൽ പോയി ഞങ്ങളിങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അദ്ദേഹം ഇങ്ങനെ എൻ്റെ സ്നേഹിതനോട് പറഞ്ഞു, എടാ അവിടുത്തെ പാസ്റ്ററിൻ്റെ ആണെങ്കിൽ പെങ്ങടെ മോളെ എനിക്കറിയാം, സ്തോത്രം നമുക്കാണെങ്കിൽ ആ വിവാഹം നിനക്ക് വേണ്ടി നോക്കാമെന്ന് പറഞ്ഞു, നല്ലൊരു കുടുംബമാണ്, നല്ലൊരു ഫാമിലിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എനിക്കെങ്കിലും വേണ്ട, ഇവനെങ്ങാനും വേണമെങ്കിൽ നോക്കാൻ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ സ്തോത്രം ആ പുള്ളിക്കാരൻ അപ്പോൾ അദ്ദേഹം അപ്പോൾ എൻ്റെ സാഹചര്യം ഉള്ളതുപോലെ ആ മനുഷ്യനോടൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവൻ പോയി അവൻ്റെ ഗൃഹകാര്യം ആദ്യം ക്രമപ്പെടുത്തിട്ട് വട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടിയോ, വീടൊക്കെ സെറ്റാക്കിയിട്ടൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് കല്യാണമൊക്കെ നോക്കാമെന്ന്. പിടികിട്ടിയോ? ഞാനപ്പോൾ എൻ്റെ ആത്മീയത ഇഷ്ടം അദ്ദേഹത്തോട് ഇങ്ങനെ തിരിച്ചു പറഞ്ഞു, പാസ്റ്ററേ സ്തോത്രം, തിരുവനന്തപുരം ഒരു കാര്യം പറയുന്നുണ്ട്, സ്തോത്രം, കൊർണല്യോസിന്റെ വീടിനകത്തിൽ പത്രോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദൂതൻ ഇറങ്ങിയതുപോലെ എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു പറഞ്ഞു, മോനെ അതൊക്കെ ബൈബിളിൽ പറയാൻ കൊള്ളാം, ഇതൊന്നും ഇതിനകത്ത് നടക്കുന്ന കാര്യം ആപ്ലിക്കബിൾ അല്ലെന്ന് പറഞ്ഞു. പിടികിട്ടിയോ? ഇതൊന്നും ഇതുമായിട്ട് ആപ്ലിക്കബിൾ അല്ല. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ വായങ്ങ് പുള്ളി അടച്ചു കേട്ടോ, സ്തോത്രം, എൻ്റെ വായങ്ങ് പുള്ളി അടച്ചു. പക്ഷേ സ്തോത്രം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ മനുഷ്യനിൽ കൂടെ തന്നെ സ്തോത്രം ദൈവം ഞാൻ എന്താണോ പറഞ്ഞത് അതേപോലെ, സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം, ഞാൻ അറിയാത്ത പട്ടണത്തിൽ, അറിയാത്ത ദേശത്ത്, ഹല്ലേലൂയ അറിയാത്ത വ്യക്തികളിൽ കൂടെ സ്തോത്രം എനിക്ക് വേണ്ടിയുള്ളതിനെ ദൈവം കരുതിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം നീ വിശ്വാസത്തിന്റെ ചില പ്രഖ്യാപനങ്ങൾ നടത്തും. ഒരുപക്ഷെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല, നിന്നോട് സകലരും നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്. നെഗറ്റീവുകളെ നീ നോക്കണ്ട, പോസിറ്റീവായിട്ട് നീ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് ചിലത് പറ, അത് ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുക. അല്ലെ നിന്റെ ചുറ്റുപാട് നിൽക്കുന്ന ആരൊക്കെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് നിന്റെ വിഷയമല്ല. നെഗറ്റീവുകളെ മാറ്റി നിർത്തിയിട്ട് നീ വിശ്വാസത്തിന് ചില പ്രഖ്യാപനങ്ങളെ നടത്താൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നീ പോലും ചിന്തിക്കാത്ത അത്ഭുത വഴികളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ 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 സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അവിടുന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് ഞാൻ അഭിഷേകം പ്രാപിച്ച വഴിയിലേക്ക് വരാം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അഭിഷേകം പ്രാപിച്ചു, ഒറ്റയ്ക്കിരുന്ന് അഭിഷേകം പ്രാപിച്ചത് കേട്ടോ, സ്തോത്രം. ഞാൻ ഒരിക്കൽ സ്തോത്രം ഈ സാക്ഷ്യം സ്തോത്രം ഏതോ ഒരു സൂം മീറ്റിംഗ് പറഞ്ഞപ്പോൾ എന്നെ അബുദാബിയിൽ തന്നെ ഒരു സിസ്റ്റർ വിളിച്ചു, സ്തോത്രം. എന്നെ വിളിച്ചിട്ടോ എൻ്റെ പാസ്റ്റർ എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ഇത്രയും വർഷമായി പാസ്റ്റർ, ഞങ്ങൾ ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസിയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ അഭിഷേകം പ്രാപിക്കാൻ പറ്റിയിട്ടില്ല പാസ്റ്ററെ, സ്തോത്രം. ഇത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിപ്പോയെന്ന് പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അഭിഷേകം പ്രാപിച്ചത് ഒറ്റയ്ക്ക്, സ്തോത്രം. ഐക്കാർഡുള്ള സ്തോത്രം, ഇതിനകത്ത് അബുദാബിയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഐക്കാർഡുള്ള ഇന്ന് ആ ക്യാമ്പ് വേറൊരു ലെവലിലുള്ള ഭയങ്കര ഒരു ക്യാമ്പാണ്, സ്തോത്രം. അന്ന് 2010 സ്തോത്രം 10 പേരുള്ള റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ കയ്യിൽ ഒരു ബുക്ക് കിട്ടി, പരിശുദ്ധാത്മാവ് അഭിഷേകം എന്നുള്ളൊരു പുസ്തകം എൻ്റെ കിട്ടി. അതിനകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഭയങ്കര മൂവ്മെന്റിനെ കുറിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, സ്തോത്രം. ഞാൻ ഈ പുസ്തകം വായിച്ചു, എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു അറിവില്ലായിരുന്നു. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി, എനിക്ക് ഈ അഭിഷേകം പ്രാപിക്കണം. നിങ്ങൾക്ക് ദാഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മേലെ അഭിഷേകത്തിന്റെ പകർച്ച സംഭവിക്കും. കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം. ദാഹിക്കുന്നവരെൻ്റെ അടുക്കൽ വരിക. സ്തോത്രം. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ തക്കവണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദാഹമാണ്, സ്തോത്രം. എന്തെങ്കിലും ആട്ടെന്നുള്ള നിലവാരത്തിൽ കിട്ടിയാട്ടെന്നുള്ള നിലവാരത്തിൽ നടക്കത്തില്ല. നിങ്ങൾ ഇന്ന് രാത്രി ദാഹത്തോടായിരിക്കാം. ഞാൻ ഒത്തിരി പേരുമായിട്ട് ഈ നാളുകളിൽ സംസാരിക്കാറുണ്ട്, സ്തോത്രം. പക്ഷേ സ്തോത്രം ഒത്തിരി പേര് പൊളിയാൻ, വിശ്വാസഗോളത്തിൽ തന്നെ പൊളിഞ്ഞു പോകാനുള്ള കാരണം, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അഭിഷേകമില്ലാത്തത് കൊണ്ടാണ്, സ്തോത്രം. അവരുടെ മേൽ ഹല്ലേലൂയ സ്തോത്രം, അവർക്ക് ബൈബിൾ അറിയാം, അവർക്ക് ഭയങ്കര വചനം അറിയാം, ഭയങ്കര തിയോളജി അറിയാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. ഈ ലോകം, ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചൊരു കർത്താവേ, ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനകത്ത് എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അഭിഷേകത്തിന്റെ അടുത്തൊരു ലെവലിലേക്ക് എനിക്ക് കയറാതെ പറ്റത്തില്ല. അത്രയും പാപം ചുറ്റും പെരുകി നിൽക്കുമ്പോൾ നിന്റെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ നിന്റെ ടീച്ചിങ് പാഠം കൊണ്ടോ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അഭിഷേകത്തിന്റെ അടുത്തൊരു തലത്തിലേക്ക് കയറിയെങ്കിൽ മാത്രമേ ഈ അറ്റ്മോസ്ഫിയർ നിനക്ക് ബാലൻസ് ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. എന്താ പാസ്റ്ററെ അങ്ങനെ പറയുന്നത്? ഞാൻ ഒത്തിരി പേര് പൊളിഞ്ഞ ആൾക്കാർ എൻ്റെ അടുക്ക് വരുന്നത് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്, സ്തോത്രം. ഒത്തിരി പേരോട് ഞാൻ സംസാരിക്കാറുണ്ട്, സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളുടെ US എന്ന ഒരാളോട് സംസാരിച്ചു, സ്തോത്രം. അപ്പൊ അവരെന്നോട് പറയുന്നത്, സ്തോത്രം, ജീവിതം മൊത്തം പൊളിഞ്ഞു കിടക്കുക, ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ചോദിച്ചു, നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? സ്തോത്രം. യെസ്, നോ, അഭിഷേകം പ്രാപിച്ചിട്ടില്ല, സ്തോത്രം. വിശ്വാസത്തിൽ ഒറ്റയ്ക്കൊക്കെ വന്ന് വർഷങ്ങളായി. പക്ഷെ ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ചലഞ്ച് ചെയ്തൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ വിശ്വാസഗോളത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അഭിഷേകമില്ലാതെ നടക്കത്തില്ല. നിങ്ങൾ എത്ര വലിയ വീട്ടിലെ ആയിരിക്കും, എവിടുത്തെ ആയിരിക്കും, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയാം. നിങ്ങൾ വലിയ സ്കോളർ ആയിരിക്കും, എന്തും ആയിക്കോട്ടെ. പക്ഷേ നിനക്കൊരു വിശുദ്ധ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ, നിനക്ക് കൃപയിൽ നിലനിൽക്കണമെങ്കിൽ, നിനക്ക് നിത്യതയിലേക്ക് നിനക്ക് പോകണമെങ്കിൽ, സ്തോത്രം, അഭിഷേകമില്ലാതെ നടക്കത്തില്ല. അഭിഷേകം എന്ന് പറഞ്ഞ് 2 അന്യഭാഷ പറയുന്നത് മാത്രമല്ല, ഒരു ജീവിതത്തിന്റെ സിസ്റ്റമാ. നിന്നെ ഈ വിശുദ്ധിയിൽ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഹല്ലേലൂയ സ്തോത്രം.
ഞാൻ മുമ്പേ പറഞ്ഞ വേടുകളൊക്കെ എനിക്ക് പറയാൻ എവിടുന്ന കൃപ ലഭിച്ചത്? എന്റെ ബുദ്ധി കൊണ്ട് നടക്കത്തല്ല, എന്റെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. എന്റെ മേലുള്ള അഭിഷേകത്തിലാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ 10 പേര് ഞങ്ങൾ ഒരുമിച്ച് ഡ്യൂട്ടിക്ക് പോകുന്നു, ഒരുമിച്ച് തിരിച്ചു വരുന്നു. സ്തോത്രം. അതിന്റെ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ആ റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരമില്ല. സ്തോത്രം. പിന്നെ വെളിയിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ, പുറത്തൊക്കെ ഒത്തിരി പ്രാർത്ഥന കൂട്ടായ്മകളുണ്ട്. സ്തോത്രം. അപ്പോൾ അവിടെയൊക്കെയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഭയങ്കര ക്രൗഡാണ്. അപ്പൊ നമുക്ക് അവിടെ ഒന്നും പോയി ഇരിക്കാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നില്ല. പിന്നെ ഞാൻ പരിശുദ്ധാത്മാവിനെ കുറച്ചൊക്കെ മനസ്സിലാക്കിയാൽ എനിക്ക് മനസ്സിലായി ഞാൻ വല്ല ആത്മവിശുദ്ധ വല്ല വല്ലൊരു ചത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഇതെല്ലാം എന്നെ ഒത്തിരി പേടിയുണ്ട്. സ്തോത്രം. അല്ല വല്ലതും തെറിച്ചെങ്ങാനും പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ? അപ്പൊ ഇതെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, ഒരു ക്ലോസ്ഡ് റൂം എനിക്ക് കിട്ടണം, ഒറ്റയ്ക്ക് ഇരിക്കണം. ഈ ഒരു ലെവലിലാണ് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പിടികിട്ടിയോ? സ്തോത്രം. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇന്ന് രാത്രി ആഗ്രഹിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിന്റെ മേലെ അഭിഷേകത്തിന്റെ പകർച്ച നടക്കും കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ അതിന്റെ ഒരു അവസരം ഒരുക്കുക, നിങ്ങളൊന്ന് ആഗ്രഹിക്കുക, നിങ്ങളൊന്ന് കൊതിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് അവസരമില്ല ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ. ഞാൻ ഇത് പറയുമ്പോൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക ഒത്തിരി അവസരം ഉണ്ടായിട്ട് പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കാൻ ഒരു അവസരത്തിന് വേണ്ടി നടന്ന വ്യക്തിയാണ് ഞാൻ, അഭിഷേകം പ്രാപിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇങ്ങനെ കർത്താവോട് പറഞ്ഞു, കർത്താവ് ഒരവസരം, കർത്താവ് ഒരവസരം എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരവസരം ഒരുമിച്ച് വെള്ളിയാഴ്ച എല്ലാവർക്കും അവധി. സ്തോത്രം. അന്നേരം എല്ലാം റൂമിലും ഉണ്ട്. സ്തോത്രം. എങ്ങനെ പ്രാർത്ഥിക്കും? സ്തോത്രം. ഒരവസരവും ഇല്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവം ഒരു അവസരം ഇരിക്കുന്നു. പെട്ടെന്ന് എന്റെ സൈറ്റിൽ സ്തോത്രം ഒരുത്തന് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന വന്നു. സ്തോത്രം. ഞങ്ങളുടെ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ അവനെയും കൊണ്ട് അവനും ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവന്റെ നെഞ്ചുവേദനയും പ്രശ്നങ്ങളും എല്ലാം മാറി. സ്തോത്രം. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് വെച്ച് എന്തോ വേണം? അവനെ റൂമിൽ കൊണ്ടുവിട്. ഞാൻ എന്തോ വേണം? നീ റൂമിൽ പോയിക്കോ. സ്തോത്രം. ഉച്ചയായതേ ഉള്ളൂ. സ്തോത്രം. അവനെ റൂമിൽ കൊണ്ടുവിട്, നീ റൂമിൽ പോയിക്കോ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ സന്തോഷത്തോടെ റൂമിലേക്ക് വന്ന് എൻ്റെ ഈ പായിട്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ ഈ പായില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഒരു സ്തോത്രം. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പകരാൻ നിന്റെ പായോ നിന്റെ തോർത്തോ ഒന്നും ഒരു വിഷയമല്ലെന്നാണ് ഞാൻ ഈ പറയാം. നിന്റെ മനസ്സാ ദൈവത്തിന് വിഷയമെന്നാണ് ഈ പറയാൻ പോകുന്നത്. സ്തോത്രം. കരിമ്പം തല്ലിയ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മൊത്തം കുത്തുകളുള്ള ഹല്ലേലൂയ ഒരു പഴയ തോർത്ത് അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അതും എടുത്ത് വിരിച്ച് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് ഹല്ലേലൂയ. സ്തോത്രം. കയ്യും മുഖവും കഴുകിയിട്ട് ഞാൻ ദൈവത്തോട് കരയാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് ആരുമില്ല സഹായിക്കാൻ, എനിക്കൊരു പാസ്റ്റർമാരെ പരിചയമില്ല. സ്തോത്രം. കർത്താവേ, പക്ഷെ എനിക്ക് ഈ അഭിഷേകം വേണോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ മുറിക്കകത്തിരുന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ എൻ്റെ അവസ്ഥ ഉള്ളതുപോലെ ദൈവത്തോട് ഞാൻ നിലവിളിച്ച് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ അഭിഷേകം വേണം കർത്താവേ, എനിക്ക് ഈ ശക്തി വേണം കർത്താവേ, എനിക്ക് ഈ കൃപ വേണം കർത്താവേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാവോ? ഹല്ലേലൂയ. സ്തോത്രം. ചില മിനിറ്റുകൾ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വാ വിട്ട് കരയാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഫീൽ ചെയ്യുകയാണ് എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു. സ്തോത്രം. എൻ്റെ റൂമിൽ എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു. എനിക്ക് കണ്ണു തുറന്ന് ആ മനുഷ്യനെ നോക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കണ്ണു തുറക്കാൻ എനിക്ക് പറ്റുന്നില്ല, കണ്ണു തുറന്ന് നോക്കാൻ പറ്റുന്നില്ല. ഇമ്മീഡിയറ്റ്ലി എൻ്റെ ടങ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. എൻ്റെ നാവിൽ അതുവരെ ഈ മലയാളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ പ്രാർത്ഥന മാറാൻ തുടങ്ങി. സ്തോത്രം. എൻ്റെ നാവ് ഹല്ലേലൂയ അന്യഭാഷകളിലേക്ക് ചേഞ്ച് ചെയ്ത് കയറാൻ തുടങ്ങി. സ്തോത്രം. ഒരു ഹല്ലേലൂയ ഫ്ലൈറ്റ് ഹല്ലേലൂയ റൺവേയിൽ നിന്ന് ഹല്ലേലൂയ കുതിച്ച് ഹല്ലേലൂയ ആകാശവിഹായുസിലേക്ക് കയറുന്നത് പോലെ എൻ്റെ നാവ് മൊത്തം മാറി, ഞാൻ മൊത്തം മാറി. പിന്നെ എന്താ സംസാരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ആ അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രവചിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. ശക്തമായി എൻ്റെ അധരങ്ങൾ പ്രവചനാത്മാവിനെ ദൈവം നൽകി. ശക്തമായി പ്രവചിക്കാൻ തുടങ്ങി. അത് ചില മണിക്കൂറുകൾ പോകുവാനായിട്ട് ഇടയായി തീർന്നു. അത് ചില മണിക്കൂറുകൾ പോയി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്ന് ഞാൻ എഴുന്നേൽക്കുന്നത് ഒരു ശക്തിയേറിയ അഭിഷേകത്തോടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതിനെ ദൈവം ഉറപ്പിച്ചത് എങ്ങനെയാണെന്നറിയോ? വൈകുന്നേരം ഹല്ലേലൂയ. ഞങ്ങളുടെ വൈകുന്നേരം ഔട്ട് സൈഡ് എപ്പോഴും മീറ്റിംഗ് ഉണ്ട്. ഞങ്ങളുടെ കുറേ സഹോദരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ അവിടെ വിട്ട് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഞങ്ങളുടെ സഹോദരനെ പ്രാർത്ഥിച്ചിട്ട് ഒരു മനുഷ്യൻ ബോധം കെട്ട് അവിടെ കിടക്കുക, ഭൂതം ബാധിച്ച് ബോധം കെട്ട് കിടക്കുക. ഇവരൊന്നും പ്രാർത്ഥിച്ചിട്ട് ഈ മനുഷ്യൻ എഴുന്നേൽക്ക് സുബോധത്തിലേക്ക് മടങ്ങി വരുന്നില്ല. എന്നോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചു. ആ മനുഷ്യന് ദുരാത്മാവ് വിട്ടുപോയി. ആ മനുഷ്യൻ നോർമലായി എഴുന്നേറ്റ് വന്നു. സ്തോത്രം. ഇത് ദുരാത്മാവ് വിട്ടുപോയതാണോ ഒന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. പക്ഷേ സ്തോത്രം അവിടെ തൊട്ട് ശുശ്രൂഷ ഉറപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം. പ്രവചന ശുശ്രൂഷ ഉണ്ടെന്ന് എങ്ങനെ ദൈവാത്മാവ് ക്ലെയിം ചെയ്ത് ഞാൻ പറയാം. അല്ലല്ലേ? നിങ്ങളുടെ ഈ ചെറിയൊരു കാര്യം ദൈവം ഏൽപ്പിച്ചാലും നിങ്ങൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തോണം കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫിനോട് പറഞ്ഞു. സ്തോത്രം. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ഒന്ന് പറയാം. ഒരിക്കലും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വില കുറച്ച് കാണരുത്. ചില ദൈവദാസന്മാർ പറയുന്നത്, ഞാൻ ആരെയും അവഗണിക്കുകയല്ല, പക്ഷെ ചില ദൈവദാസന്മാർ പറയുന്നത്, ഞാൻ ഈ റീസെൻ്റ്ലിയും കേട്ടൊരു പ്രസംഗത്തിൽ നിന്ന് കേട്ടൊരു കാര്യമുണ്ട്. സ്തോത്രം. സ്തോത്രം. ദൈവം എപ്പോഴും പറയുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഒത്തിരി പ്രവാചകന്മാരുണ്ട്, അവരെന്തോ പറയുന്നത്, അവനാണെങ്കിൽ അത് തിരിയുന്നില്ല, ഇത് തിരിയുന്നില്ല, ഞാൻ അത് കാണുന്നു ഇത് കാണുന്നു
കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്തോത്രം അവനത് ഒന്നും ക്ലിയർ ആകുന്നില്ലയോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിമർശിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം സത്യസന്ധമായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു കാര്യം പറയാം. എനിക്ക് സ്തോത്രം ഇപ്പോൾ ഇളയൊരു കുഞ്ഞുണ്ട്, ഏറ്റവും ഇളയൊരു കുഞ്ഞുണ്ട് സ്തോത്രം. അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞു. അവളിപ്പം ചെറുതായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കാം എൻ്റെ ജോസ് മാത്യു ബ്രദറെ സ്തോത്രം, അവള് സ്തോത്രം ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ആണോ ഇപ്പോൾ അവൾ സംസാരിക്കുക? 2 വയസ്സുള്ള കുഞ്ഞ് എങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നത് പോലാണോ അവൾ സംസാരിക്കുന്നത്? 2 വയസ്സുള്ള കുഞ്ഞ് ഞാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണോ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ, ഞാൻ പ്രതീക്ഷിച്ചാൽ തെറ്റാണ്. സ്തോത്രം. അല്ലല്ലേ? എൻ്റെ 2 വയസ്സുള്ള കുഞ്ഞിപ്പം നടക്കാൻ തുടങ്ങി. അവൾ നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിന് സ്തോത്രം ഞാൻ നടക്കുന്നത് പോലെ നടക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. സ്തോത്രം. അവൾ സ്റ്റെപ്പ് വെക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ഞാൻ ആ സ്റ്റെപ്പ് വെക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ സ്തോത്രം, അവൾ ഞാൻ നടക്കുന്നത് പോലെ നാളെയുടെ ദിനങ്ങൾ നടക്കും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം ആ കുഞ്ഞിനെ സംസാരിക്കുന്നതിൽ പ്രോത്സാഹിപ്പിച്ചാൽ ഞാൻ സംസാരിക്കുന്നത് പോലെ അവൾ സംസാരിച്ചു വരും. ആദ്യം സംസാരിക്കും, പൂർണ്ണതയല്ല. ഇന്ന് രാത്രി പിടികിട്ടും. നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ രാത്രി പറയാം, നിനക്ക് കിട്ടിയ ഒരു അന്യഭാഷയായിരിക്കും, നീ അതിനെ വ്യാപാരം ചെയ്. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ നിഷേധിക്കുന്നവരോട് നീ മാറി നിൽക്കാൻ പറ. നീ അതിനെ വ്യാപാരം ചെയ്യുമ്പോൾ നാളെയുടെ ദിനം അതിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. അല്പത്തിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാക്കി മാറ്റും. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് തന്ന അല്പത്തിൽ നിങ്ങൾ വിശ്വസ്തന. ചെറിയൊരു പ്രവചനത്തിന് ദൂതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, ചെറിയൊരു വെളിപ്പാടായിരിക്കും. പക്ഷെ നിങ്ങളിത് പറ. ഹല്ലേലൂയ. നാളെയുടെ ദിനങ്ങൾ അതിനെ അടുത്ത തലങ്ങളിലേക്ക് വളർത്തുവാൻ തക്കോള എന്റെ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിന്റെ നടുവിൽ ഞാൻ ആദ്യം കണ്ടൊരു വെളിപ്പാട്. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ വന്ന ഒരു അച്ഛൻ്റെ ഒരു കുഞ്ഞിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ വിഷയം എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടെ വിദ്യാഭ്യാസമായിട്ട് ഏതോ ഒരു രാജ്യത്ത് പോകാൻ വേണ്ടി അവർ ആഗ്രഹിച്ച, അവർ പോകാൻ ഉദ്ദേശിച്ച രാജ്യം ഏതാണെന്ന് അവർക്കറിയാം, പക്ഷെ എനിക്കറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവ് എന്നെ ഒരു രാജ്യത്തിന്റെ ഫ്ലാഗ് കാണിച്ചു. US ഫ്ലാഗ് എന്നെ കാണിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഫ്ലാഗ് എന്നെ കാണിക്കുന്നല്ലോ സ്വതന്ത്രം. എനിക്ക് അത്ര കിട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്ര കിട്ടിയുള്ളൂ. ഒരു ഫ്ലാഗ് ആണ് എന്നെ കാണിച്ചത് ദൈവം സ്വതന്ത്രം. ഞാൻ പറഞ്ഞ ഇങ്ങനെ US ഒരു ഫ്ലാഗ് എന്നെ കാണിക്കുന്നു സ്വതന്ത്രം. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, മോനെ സ്വതന്ത്രം, എന്റെ കുഞ്ഞ് US പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവ് അത് ചെയ്യാൻ പോകും. നിങ്ങൾക്ക് പിടിയിട്ട് എന്നെ ആദ്യം ദൈവം കാണിച്ചു ഒരു ഫ്ലാഗാ കാണിച്ചത്. കൂടുതലൊന്നും എന്നെ കാണിച്ചില്ല. അല്ലെങ്കിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നും പ്രവചനമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാനതിൽ വിശ്വസ്തയോടെ നിന്നപ്പോൾ അടുത്ത പ്രവചനങ്ങളെ ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒരു ദർശനമായിരിക്കും നിനക്ക് ദൈവം തരുന്നത്, ഒരു വെളിപ്പാടായിരിക്കും ദൈവം നിനക്ക് തരുന്നത്. ഒരു അന്യഭാഷയുടെ ചെറിയൊരു വാക്ക്, നീ അതിനെ വ്യാപാരം ചെയ്യും. ഹല്ലേലൂയ. നീ അതിനെ വ്യാപാരം ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. നീ വ്യാപാരം ചെയ്താൽ അടുത്ത വലിയത് ചിലത് നിന്നെ ദൈവം ഏൽപ്പിക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളെ ദൈവം ഏൽപ്പിക്കുന്നത് മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്നല്ല. നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധമാണ്. കഴിഞ്ഞ ദിവസം ദൈവം അവനോട് ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് വേണമെങ്കിൽ സ്തോത്രം, എന്നെ വേണമെങ്കിൽ ഞാനൊരു ദൈവദാസന്റെ കൂടെ നിൽക്കുമ്പോൾ ആ ദൈവദാസനോട് ഞാൻ ഭയങ്കര ബന്ധമാണെങ്കിലും, അദ്ദേഹം ഒരു ഉന്നത സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ എന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിനാണെങ്കിൽ പാസ്റ്ററാക്കാം, സെൻട്രൽ പാസ്റ്ററാക്കാം, കുറച്ചുകൂടെ വന്നു കഴിഞ്ഞ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് വരെ അദ്ദേഹത്തിന് മാനുഷികമായി ആക്കി വെക്കാം. പക്ഷേ ഞാനൊരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ നടക്കണമെങ്കിൽ ഇവരെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇത് ദൈവം കരുണ തോന്നി എൻ്റെ മേൽ തരേണ്ടതാണ്. ഇന്ന് രാത്രി പിടികിട്ടിയോ? ഇതൊരു പാസ്റ്റർ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, ഒരു പ്രസ്ഥാനത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. കരുണ തോന്നി ദൈവം നിങ്ങളുടെ മേൽ നൽകിത്തരേണ്ടതാ അഭിഷേകമെന്ന് പറയുന്നത്. ഈ രാത്രി എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? എത്ര പേർക്ക് ഇന്ന് രാത്രി പിടികിട്ടുന്നുണ്ട്? അഭിഷേകം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൈ ഇരിക്കുന്നതല്ല. അഭിഷേകം എന്ന് പറയുന്ന ദൈവത്തിന്റെ കൈ ഇരിക്കുന്നതാ. അത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് കൊടുക്കുന്നതാ അഭിഷേകം. സ്തോത്രം. അടുത്തൊരു കാര്യം കൂടെ പറയാം. ഒത്തിരി പേർക്കുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഈ അഭിഷേകം പ്രാപിച്ച് എനിക്ക് ദൈവം തന്ന അന്യഭാഷയിൽ ഞാൻ അടുത്ത ദിവസം ചർച്ചിൽ പോയി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറയുന്ന അന്യഭാഷ അവർ പറയുന്ന അന്യഭാഷയും തമ്മിൽ വ്യത്യാസം. സ്തോത്രം. ഇപ്പം ഇവർ പറയുന്ന അന്യഭാഷ, എൻ്റെ അന്യഭാഷ, ഒത്തിരി പേർ കൺഫ്യൂഷൻ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഒത്തിരി പേർ ആ ഒരു സംശയം മാറ്റി അവർ വീണ്ടും അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് ഒത്തിരി പേര് എനിക്കറിയാം. സ്തോത്രം. അങ്ങനെ സ്തോത്രം വീണ്ടും പ്രാർത്ഥിച്ച അവർ അതിന് ദൈവത്തോട് ക്ഷമ പറഞ്ഞ് വീണ്ടും കിട്ടിയ ഒത്തിരി കേസ് എനിക്കറിയാം. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഞാൻ ചർച്ചിൽ പോയി കഴിഞ്ഞാൽ ഇവർ പറയുന്ന അന്യഭാഷ ഞാൻ പറയുന്ന അന്യഭാഷ തമ്മിൽ സ്തോത്രം മാച്ച് ആവുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കർത്താവോട് ചോദിച്ചു, കർത്താവേ ഇത് ഒറിജിനൽ ആണോ? പിടികിട്ടിയോ? ഇത് ഒറിജിനൽ ആണോ? സ്തോത്രം. ഞാൻ ഒറിജിനൽ ആണോ എന്ന് എൻ്റെ മനസ്സിൽ ചിന്തിക്കുകയും സ്റ്റോപ്പായിപ്പോൾ എൻ്റെ അന്യഭാഷ. എനിക്ക് ഒരു വേഡ്, സ്തോത്രം, എൻ്റെ ജോസെ, എനിക്ക് ഒരു വേഡ് പറയാൻ പറ്റുന്നില്ല. ഞാൻ തലങ്ങും മറങ്ങും കടന്നു നോക്കുക, ഒരു വേഡ് വരുന്നില്ല എൻ്റെ നാവിൻ്റെ മേൽ, ഒറ്റ വേഡ്. എന്തൊക്കെ ശ്രമിച്ചിട്ട് ചില മിനിറ്റുകൾ സ്തോത്രം ഞാൻ നോക്കി, ഒരു വേഡ് എൻ്റെ നാവിൻ്റെ മേൽ വരുന്നില്ല. ഞാൻ അവിടെ ഇന്നുകൊണ്ട് കരഞ്ഞോണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്നോട് ക്ഷമിക്കണം. എനിക്ക് മനസ്സിലായി നീ യഥാർത്ഥമായി എൻ്റെ മേൽ പകർന്ന അന്യഭാഷ ഇതെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവെ എനിക്ക് മടക്കി തരണം.
എനിക്ക് മടക്കി തരണം. ഹല്ലേലൂയ, എനിക്ക് മടക്കി തരണം. സ്വതന്ത്രം. നിങ്ങൾക്കറിയോ, ഞാൻ ഹൃദയവേദനയോടെ പ്രാർത്ഥിച്ച് ഓൺ ദ സ്പോട്ട് ദൈവം എന്നെ ഒന്ന് പ്രൂവും കൂടെ ചെയ്യുമായിരുന്നു, ഉറപ്പിക്കുമായിരുന്നു. സ്വതന്ത്രം. ആ പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ ദൈവം എൻ്റെ അന്യഭാഷയെ മടക്കി തന്നു. ദൈവം എൻ്റെ അന്യഭാഷയെ മടക്കി തന്നു. ശക്തിയോടെ വീണ്ടും ദൈവത്തെ സ്തുതിക്കത്തക്ക നിലവാരത്തിൽ ദൈവം എന്നെ സഹായിപ്പാനായിട്ട് ഇടയെത്തുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, ഹല്ലേലൂയ, ഞാൻ പല മേഖലകളിൽ കയറി ഇറങ്ങിപ്പോയി, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ. ഇന്ന് രാത്രി എവിടെങ്കിലും പരിശുദ്ധാത്മാവിനുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും അജ്ഞത നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വാ. ഹല്ലേലൂയ, നിന്റെ ലൈഫിനെ പുതിയൊരു തലപ്പിലേക്ക് പണി. ഞാൻ ഇന്ന് രാത്രി ആയിരിക്കുന്ന മേഖലയിൽ എന്നെ എത്തിച്ചത്, ഞാൻ ഇന്ന് രാത്രി പറയാം പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യനല്ല, ഹല്ലേലൂയ സ്തോത്രം, ഒരു വ്യക്തിയല്ല, ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവ. പരിശുദ്ധാത്മാവ. സ്തോത്രം. സ്തോത്രം. ഞാൻ അവിടുന്ന് ഞാൻ അബുദാബിയിൽ നിന്ന് പിന്നെ അലൈനിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന സമയത്ത് ഞാനിവിടെ വന്ന ചർച്ച് ഒരു ട്രഡീഷണൽ പെന്തക്കോസ്റ്റ് ചർച്ച്, ഒരു IPC ഒരു ചർച്ചാണ്. പ്രായമുള്ളൊരു ദൈവാസന അവിടെ ശുശ്രൂഷ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സാഹചര്യങ്ങളൊക്കെ. സ്തോത്രം. IPC ട്രഡീഷണൽ നിൽക്കുന്നൊരു ചർച്ചാണ്. ഞാൻ IPC കാരനായതുകൊണ്ട് IPC ചർച്ച് വന്നില്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെട്ടതൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച. സ്തോത്ര, അബുദാബിയിൽ. സ്തോത്രം. അപ്പോൾ ആ ദൈവമനുഷ്യൻ്റെ കൂടെ ഞാൻ നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് എൻ്റെ എല്ലാ ശുശ്രൂഷ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. സ്തോത്രം. എന്നോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു, എൻ്റെ പ്രവചന ശുശ്രൂഷയെക്കുറിച്ച്, എൻ്റെ ഈ ശുശ്രൂഷകളെക്കുറിച്ച് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷെ അഭിഷേകമായി കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ പറയാൻ വരുന്നതാണ് കേട്ടോ. സ്തോത്രം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഞങ്ങളുടെ ചർച്ചിലുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാറ്റേണിൽ നിന്നിട്ട് സങ്കീർത്തനം ശുശ്രൂഷിക്കുന്ന, ഇങ്ങനെയെല്ലാം ശുശ്രൂഷിക്കുന്ന ആൾക്കാർ ആ ചർച്ചിലുണ്ട്. ഞാനൊരു കാരണവശാലും ആ ലെവലിൽ കയറി വരാൻ അദ്ദേഹത്തിൻ്റെ ഭാഗം വെച്ച് നോക്കി ഞാൻ നടക്കത്തില്ല. ഇമ്പോസിബിൾ. കാര്യം ഞാനും പുള്ളിയായിട്ടുള്ള ഈ ആത്മീയ ലെവലിൽ മാച്ച് ആവത്തില്ല. ഞാൻ വേറെ ലെവൽ, പുള്ളി വേറെ ലെവൽ. സ്തോത്രം. പക്ഷേ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, സ്തോത്രം, അടുത്ത ചില വർഷങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, സ്തോത്രം, അടുത്ത ആഴ്ച നിന്നെ വിളിച്ചിട്ട് നിന്നെ സങ്കീർത്തന ശുശ്രൂഷ ഏൽപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മ എൻ്റെ പ്രാർത്ഥനാ മുറി എന്നോട് സംസാരിച്ചു. സ്തോത്രം. അപ്പോൾ അവനകത്ത് ഈ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് അതിൻ്റെ കമ്മിറ്റിയുടെ കോറിലുള്ള ആൾക്കാർ മാത്രം, പുറത്തുനിന്ന് ഒരാളില്ല. സ്തോത്രം. അപ്പോഴാണ് കർത്താവിനോട് പറയുന്നത്, ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്കുമ്പോൾ ദൈവാസനോട് പറയാം, അടുത്ത ആഴ്ച നീയാണ് സങ്കീർത്തനം ശുശ്രൂഷിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ഒന്നും തോന്നിയില്ല. അപ്പോൾ അത് ചോദിച്ചു, നിനക്കെന്താ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലേ? എന്നോട് ഓൾറെഡി എൻ്റെ പ്രാർത്ഥനാ മുറി ദൈവം സംസാരിച്ച കാര്യം നിങ്ങൾ ഈ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും തോന്നിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ആ കോർ ടീമിനെ മുഴുവൻ പൊട്ടിച്ച് അഭിഷേകം എന്നെ മുമ്പിലോട്ട് കയറ്റി. സ്തോത്രം. എന്നോട് പറഞ്ഞു, സ്തോത്രം, എടാ സ്തോത്രം, ഞാനൊരു പാസ്റ്റർ വിചാരിച്ച നിന്നെ ഒരു സൈഡിൽ ഒതുക്കി ഇരുത്താൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അഭിഷേകമുള്ളവന് ഒതുക്കാൻ ഒരു പാസ്റ്ററെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ ചർച്ചിന്റെ പാസ്റ്ററായിരുന്നു ഞാൻ. പിടികിട്ടിയോ? സ്തോത്രം. അഭിഷേകം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും. ആ ചർച്ചിൽ സ്തോത്രം അടുത്തൊരാളിനെ സ്തോത്രം പാസ്റ്ററൽ ഓർഡിനേഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ സ്തോത്രം ഈ കൂടെ നിന്ന മൊത്ത സാധനം വെളിയിലോട്ട് മാറി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷേകമുള്ള ദൈവം പിടിച്ചു കയറ്റി. എന്നെ സപ്പോർട്ട് ചെയ്യാനും പാസിനെ പൊക്കാനോ ഒന്നും എനിക്ക് ആരുമില്ല. പക്ഷേ സ്തോത്രം, ഞാൻ എന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ നിന്നപ്പോൾ എവിടെ നിർത്തണോ ദൈവം തീരുമാനിച്ചു അവിടെ ദൈവം എന്നെ നിർത്തി. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, സ്തോത്രം, നിനക്കൊരു ശുശ്രൂഷ ദൈവമാണ് തന്നിട്ടുള്ളെങ്കിൽ ആ ശുശ്രൂഷ നീ വിശ്വസ്തയോടെ നിന്നാൽ നീ ഒരാളുടെയും കാല് പിടിക്കാൻ ഒന്നിനും പോകണ്ട. സ്തോത്രം, നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് ശുശ്രൂഷയിൽ എത്തിക്കുവാൻ തക്കോണം ഇന്ന് രാത്രി എൻ്റെ ദൈവം വിശ്വസ്തന. അഭിഷേകം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും. അഭിഷേകം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളോട് ഞാൻ ദൈവവചനത്തിൽ ശുശ്രൂഷിക്കും. എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഇന്ന് ഈ സന്ധ്യാസമയം നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതും എന്നെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല, അഭിഷേകം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാ നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളുടെ ശൈല സിസ്റ്റർ കയറിയിട്ടുണ്ട്. ശൈല സിസ്റ്ററിനെ അറിയാം. സ്തോത്രം. അവരൊരു മീറ്റിംഗ് ഞാൻ സ്ഥിരം അവരുടെ സ്തോത്രം മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. അവരുടെ ആ മീറ്റിങ്ങിൽ ആൻറ്റി എല്ലാ വർഷത്തിനും 1-ാം തീയതി ഓൾറെഡി ഈ വർഷവും ഓൾറെഡി ക്ഷണിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം എൻ്റെ റിലവ് എന്തോന്ന് അറിയാം. എൻ്റെ തലം അറിയാം. സ്തോത്രം. സ്തോത്രം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ഈ പ്രാവശ്യം അവർക്ക് രാവിലെ മീറ്റിംഗില്ല. ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെയും വൈകിട്ടും എല്ലാം മീറ്റിംഗാന്ന് പറഞ്ഞു. പാസ്റ്ററെ സ്തോത്രം, രാവിലെ ഞാനെങ്കിൽ ഞങ്ങൾക്ക് ഇല്ലാത്തൊരു മീറ്റിംഗ് സെറ്റ് ചെയ്യുമോ പറഞ്ഞു. സ്തോത്രം. പാസ്റ്റർ ഒന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ സെറ്റ് ചെയ്തിട്ടിരിക്കും 1-ാം തീയതിക്ക് മീറ്റിംഗ്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ അഭിഷേകം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും. അഭിഷേകം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും. അഭിഷേകം നിന്റെ കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചോ? അഭിഷേകം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയാൽ നിന്റെ സ്ഥിതി മൊത്തം ദൈവം മാറ്റും. നിന്റെ സ്ഥിതി മൊത്തം ദൈവം മാറ്റും. ഞാൻ ഒരു ഒറ്റ ടെസ്റ്റ് മണിയും കൂടെ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഈ വചനഭാഗത്തേക്ക് വരാം നിങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടി. സ്തോത്രം. ഞാൻ എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ വിവാഹത്തെ നമ്മുടെ ചെറുക്കൻ്റെ വീടൊക്കെ കാണാൻ ആൾക്കാർ വരുമല്ലോ. അന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചെറിയ വീടാണ്, ചെറിയൊരു സെറ്റപ്പാണ്. അന്നൊരു ചെറിയ വീടിനോട് ചേർന്ന ഒരു എരുത്തിലൊക്കെ ഉണ്ട്. സ്തോത്രം. അതിൻ്റെ ബാക്കിലാണെങ്കിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഓടയൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇതിൻ്റെ ചാണകവും മൂത്രമൊക്കെ ഇങ്ങനെ
ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ വന്ന എൻ്റെ വൈഫിൻ്റെ സ്തോത്രം ബ്രദറും എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു കൊച്ചൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തിൽ എങ്ങനെ അവർ വളരും, എങ്ങനെ അവർ വളരും? നമ്മളെപ്പോഴും ഇങ്ങനെയല്ലേ നോക്കുന്നത് എൻ്റെ ജോസ് ബ്രദറെ, നമ്മളെപ്പോഴും ഇങ്ങനെയല്ലേ നോക്കുന്നത്, നമ്മളെപ്പോഴും ഈ എന്താ പറയണ്ടേ ഇപ്പോഴുള്ള ഈ കാഴ്ചയാണ്. അപ്പോൾ എനിക്കിതിന് പറയാൻ മറുപടി ഇല്ലായിരുന്നു കേട്ടോ, എനിക്കിതിന് പറയാൻ മറുപടി ഇല്ലായിരുന്നു. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല മറുപടി. സ്വതന്ത്രം നമ്മളിങ്ങനല്ലേ പലതും കാണുന്നത്, എനിക്ക് മറുപടിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എൻ്റെ മൂത്ത കുഞ്ഞ് ജനിച്ച് 6 മാസമാകുന്നതിന് മുമ്പേ, 6 മാസമാകുന്നതിന് മുമ്പ്, അവൻ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അവനെ അബുദാബി പട്ടണത്തിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തി. എൻ്റെ മുഴുവൻ കുഞ്ഞുങ്ങളും ഇവിടെ ജനിച്ച് വളർന്നത്, ബാക്കി കുഞ്ഞുങ്ങളല്ല, അവൻ മാത്രമേ ഉള്ളൂ സ്തോത്രം 6 മാസം നാട്ടിൽ നിന്നത്. നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ സ്തോത്രം ദൈവം ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന്. അപ്പൊ എവിടെ പോയി ചാണകം ഒഴുകുന്ന വേസ്റ്റും എല്ലാം സ്തോത്രം. ഇന്ന് അവിടെ അതൊന്നുമില്ല സ്തോത്രം. ഇന്ന് പിള്ളേരൊക്കെ അവിടെയൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വരും. അവിടെ ഇന്ന് അതൊന്നും ഇല്ല സ്തോത്രം. അവർ ചെറിയൊരു വെക്കേഷന് വേണ്ടി മാത്രം നാട്ടിൽ പോയി കളിച്ചിട്ടൊക്കെ വരും. അവരെ ദൈവം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. നീ നോക്കുന്നത് പോലെയല്ല ദൈവം നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്തോത്രം. ഇന്ന് ഞാനൊരു കാര്യം പറയാം പ്രിയ ദൈവമക്കളെ, ഞാൻ ഇന്ന് ഒറ്റ വാക്ക് നിങ്ങളോട് പറയാം. പലപ്പോഴും ഒരു വിവാഹാലോചനയിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി ഡൈവോഴ്സ് കേസുകളും ഒത്തിരി വിവാഹം കുടുംബജീവനം തകർന്ന ഒത്തിരി കേസുകളെ ഞാനാണെങ്കിൽ അവരോട് സംസാരിക്കാനൊക്കെ ദൈവം ഒത്തിരി അവസരങ്ങൾ തരുന്നതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. പലപ്പോഴും ഇതെല്ലാം പൊളിയാനുള്ള കാരണം എന്തോന്ന് ഞാൻ പറയാം സ്തോത്രം. നമ്മൾ പലപ്പോഴും ഭൗതികം നോക്കുന്നു, ആത്മീയം നോക്കുന്നില്ല. സ്തോത്രം ഹല്ലേലൂയ. ഭൗതികം നോക്കുന്നു, ആത്മീയം നോക്കുന്നില്ല. സ്തോത്രം. ഞാൻ പറയാം സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ വൈഫിൻ്റെ ബ്രദർ സ്തോത്രം അന്ന് എൻ്റെ വീട്ടിൽ സാഹചര്യങ്ങൾ നോക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ചെക്ക് ചെയ്തൊരു കാര്യം, ഒറ്റ കാര്യം അദ്ദേഹം ചെക്ക് ചെയ്തോളൂ, ടെസ്റ്റ് ചെയ്തോളൂ. ഇവന് കാശുണ്ടോ പണമോ ഉണ്ടോ എന്നല്ല അദ്ദേഹം നോക്കിയത്, ഇവൻ്റെ മേലൊരു ശുശ്രൂഷയുണ്ട്, ഇവൻ്റെ മേലൊരു അഭിഷേകമുണ്ടോ. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഈ സ്തോത്ര ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. എനിക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഡിമാൻഡ് സ്തോത്രം, ആ പയ്യൻ അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, ഒരു 45 മിനിറ്റെങ്കിലും ബൈബിൾ വായിക്കുന്നവനായിരിക്കണം. ഇതാ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡിമാൻഡ് അതാണ്. ബാക്കി ഡിമാൻഡൊക്കെ സെക്കൻഡറിയാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് ദൈവത്തിനാണെങ്കിൽ പൊളിയത്തില്ല കുടുംബം. ഞാൻ ഇന്ന് വൈകിട്ടത്തേക്ക് എൻ്റെ ചർച്ചിലേക്ക് ഒരു മെസ്സേജ് ഇങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എന്നോട് ദൈവം അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തോന്നറിയാം പ്രിയ ദൈവമക്കളെ, ഈ സോദോം ഗോമോറയിൽ നിന്ന് സ്തോത്രം അവിടെ നമുക്ക് കാണാം ലോത്തിനെയും കുടുംബത്തെയും വെളിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് അവരൊരു ഇമ്മോറൽ പരിപാടിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് അവർക്ക് ജനിച്ച കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. ആ കുഞ്ഞുങ്ങൾ പിന്നെ ആരായെന്ന് നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കും, നിങ്ങൾക്കറിയാം ദൈവജനത്തിന് ശത്രുവായി മാറി. എന്താ കാര്യം എന്നറിയാം, ഇമ്മോറലായിട്ട് പല പരിപാടികളിലും പോകും. പലപ്പോഴും നമ്മൾ രാജ്യത്തിൻ്റെ കൾച്ചർ മറ്റ് പലതും എന്ന് പറഞ്ഞ് ഇമ്മോറലായിട്ട് പലതും പോകുമ്പോൾ ആ തലമുറകളൊന്നും സക്സസ്സിലേക്ക് പോകത്തില്ല, ദൈവജനത്തിനും ദൈവത്തിനും വിരോധമായിട്ട് മാറും. സ്തോത്രം. പക്ഷെ നിങ്ങൾ അബ്രഹാമിൻ്റെ തലമുറയെ നോക്കിക്ക്, അവൻ ഒരു ഇമ്മോറലായിട്ടുള്ള ഏരിയയിൽ പോയില്ല. സ്തോത്രം. വിശ്വസ്തയോടെ നിന്നു. സ്തോത്രം. അതുകൊണ്ട് അവൻ്റെ തലമുറ സ്തോത്രം ലോകം അറിയപ്പെടുന്ന നിലവാരത്തിലേക്ക് ദൈവം മാറ്റി. ഇന്ന് രാത്രി നീ ആദ്യ സ്ട്രഗിൾ ആയിരിക്കും, പക്ഷെ ആദ്യത്തേതിൽ ലോത്ത് ചെയ്തത് എന്തുവാ സ്തോത്രം, നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്തു. ഫസ്റ്റിൽ നമുക്ക് നോക്കുമ്പോൾ നീരോട്ടമുള്ളത് നല്ലതെന്ന് തോന്നുന്നു, പക്ഷെ പിന്നത്തേതിൽ വരുമ്പോൾ നീരോട്ടമുള്ളതല്ല നല്ലത്. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. നിന്റെ അല്പത്തിൽ ദൈവവുമായിട്ട് നിനക്ക് ബന്ധമുള്ള നിന്റെ അല്പത്തിൽ വിശ്വസ്തതയിൽ പ്രമാണത്തിൽ നീ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം ഹല്ലേലൂയ തലമുറയായി നിലനിൽക്കുന്ന അനുഗ്രഹത്തിലേക്ക് നിന്നെ കൊണ്ട് നിർത്തുവാൻ തക്കവണ്ണം എന്റെ ദൈവം ഇന്ന് രാത്രി വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, ലോത്ത് വിടുവിക്കപ്പെടണമെങ്കിൽ അബ്രഹാം ഇടിവി നിൽക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ, പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിലെ. നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയിലായിരിക്കും ലോകപ്രകാരമുള്ള നിന്റെ ബന്ധുക്കാർ വിടുവിക്കപ്പെടുന്നത്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് മറ്റൊരു ലേബലും ഇല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒറ്റ ലേബൽ മതി. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള മുഴുവൻ പേരും പ്രാർത്ഥിക്കാൻ എന്നെ വിളിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഈ രാത്രികാലം പറയും, ഒത്തിരി സ്ട്രഗിൾ സഹിച്ച് ഒത്തിരി പ്രതിസന്ധി സഹിച്ച് കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് ഹല്ലേലൂയ ദേശത്തിന്റെ നടുവിൽ ദൈവം ഞങ്ങളെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുക ഹല്ലേലൂയ സ്തോത്രം. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കുടുംബത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഞാൻ അടുത്തൊരു കാര്യം കൂടെ പെട്ടെന്ന് പറയാം. അല്ലെങ്കിൽ സമയം പെട്ടെന്ന് ഓടിപ്പോന്നു. ഹല്ലേലൂയ സ്തോത്രം. അടുത്തൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ എന്തുമായിട്ടാണോ കണക്ട് ചെയ്ത് നിൽക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. സ്തോത്രം. എൻ്റെ മൂത്ത കുഞ്ഞിന് 12 വയസ്സുള്ള അവർ ഇന്ന് അഭിഷേകത്തിന് പറഞ്ഞു. ഞാൻ അവന് വേണ്ടി പ്രത്യേകിച്ച് അഭിഷേകത്തിനുണ്ടെന്ന് പ്രാർത്ഥിച്ചൊന്നുമില്ല, പക്ഷെ ഞാൻ അഭിഷേകമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് അഭിഷേകമായിട്ട് കയറി കണക്റ്റഡായി.
പിടികിട്ടിയോ? നിങ്ങളുടെ തലമുറ അഭിഷേകം പ്രാപിക്കണമെങ്കിൽ സ്വത്രം നിങ്ങൾ അഭിഷേകമായിട്ട് നിങ്ങളുടെ വീട് കണക്റ്റായി നിൽക്കണം. സ്വത്രം അഭിഷേകത്തിനെതിരെ സംസാരിക്കുന്നു, അഭിഷേകത്തെ കുറ്റം പറയുന്നതോ സ്വത്രം അങ്ങനെയുള്ള സാധനങ്ങളിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ തലമുറകൾ വിശ്വാസത്തിൽ കാണത്തില്ലെന്ന് മാത്രമല്ല പരിശുദ്ധമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. അവൻ ജഡീകനായി പോയി, അല്ലെങ്കിൽ സ്വത്രം ഏറ്റവും ലാസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയാം, സ്നേഹത്തോട് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം ഇത് സ്വത്രം, ഹൃദയം തുറന്ന നിങ്ങളോട് സംസാരിക്കുന്നു, സ്നേഹത്തോടൊരു കാര്യം പറയാം സ്വത്രം. നിങ്ങൾ അഭിഷേകമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക, നിങ്ങൾ അഭിഷേകമായിട്ട് കണക്ട് ചെയ്ത പരിശുദ്ധമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കുക സ്വതന്ത്രം. അങ്ങനെ വന്നാൽ നിങ്ങൾ അറിയാതെ ഇതൊരു പകർച്ചയായിട്ട് നടക്കും. പകർച്ചയായത് ഇതൊരു പകർച്ചയാ സ്വതന്ത്രം. അഭിഷേകം എന്ന് പറയുന്ന ഒരു പകർച്ചയാ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം സ്വതന്ത്രം അങ്ങനെ ഒരു പകർച്ച നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പറ, പരിശുദ്ധം പറ, പരിശുദ്ധ അങ്ങനെ ഒരു പകർച്ച എനിക്ക് ആവശ്യമുണ്ട്, എന്റെ കുടുംബത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾ ഒരു വ്യക്തി അങ്ങനെ അഭിഷേകത്തിന്റെ പകർച്ചയിലേക്ക് കയറുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ കുടുംബം മുഴുവൻ ആ അഭിഷേകത്തിന്റെ കണക്ഷനിലേക്ക് കയറുവാൻ തക്കണം. എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഹുറാമാന ശംദലാദികൾ കെട്ടി, റിബനിയാദകൾ കെട്ടിയ, നെഗസ്തിയാരകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരു വേർഡ് കണക്ട് ചെയ്യാം. ഞാൻ ഈ മീറ്റിംഗിലേക്ക് കയറി പെട്ടെന്ന് കർത്താവിനോട് പറഞ്ഞൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഈ സ്തോത്രം ഈ യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 54 അധ്യായത്തിന്റെ സ്തോത്രം ഞാൻ തന്നെ പെട്ടെന്ന് വായിച്ചു വിടാം സ്തോത്രം. അതിന്റെ 1-2 വാക്യങ്ങളിലേക്ക് ഒരു പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്തു ഘോഷിക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളേക്കാൾ അധികമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ കൂടാരത്തിന്റെ സ്ഥലങ്ങളെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലുകളെ നിവർത്തുക, തടുത്തുകളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും, ശൂന്യ നഗരങ്ങളുടെ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ നിങ്ങളോടൊരു പ്രവചന ശബ്ദമായി 2026 ഒരു പ്രവചന ശബ്ദമായി ഈ ദൂതനെ എന്റെ സാക്ഷ്യത്തിൽ കൂടെ കൈമാറാം. ഇന്ന് രാത്രി വിശ്വസിച്ചോ? ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ സാക്ഷിയുമായിട്ട് നിങ്ങളുടെ വീടിനെ കണക്ട് ചെയ്യുവാൻ തക്കണം, പരിശുദ്ധമായിട്ട് കണക്ട്. യാതൊരു സാഹചര്യം കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ നിങ്ങളുടെ ദൂത് കൈമാറുന്നു. ഒരുപക്ഷെ പ്രസവിക്കാത്ത മച്ചിയ ഹല്ലേലൂയ. പക്ഷേ ദൈവാത്മ പറയുന്നു, നീ വിശ്വാസത്തോടെ നിന്റെ കൂടാരത്തിന്റെ കുറ്റികളെ വിശാലമാക്ക്, വിശാലമാക്ക്, വിശ്വാസത്തോടെ വിശാലമാക്ക്. നിന്റെ കൂടാരത്തിനകത്ത് ചിലത് സംഭവിക്കാൻ പോകുക, നിന്റെ തലമുറയുടെ മേൽ ചിലത് സംഭവിക്കാൻ പോകുക. ഇന്ന് രാത്രികാലം നിന്റെ തലമുറകൾ ഹല്ലേലൂയ ജാതികളുടെ ദേശം കൈവശമാക്കും. ജാതികളുടെ ദേശം കൈവശമാക്കും. എന്നോട് ചേർന്ന് ഈ പ്രവചന ദൂതൻ ആമേൻ പറയുക. എത്ര മാതാപിതാക്കളുണ്ട്? ഇന്ന് രാത്രി ഞാൻ പറയാം, അഭിഷേകത്താൽ, അഭിഷേകത്താൽ നീ ഇന്ന് രാത്രി ദൂതനെ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ 2026 നിന്റെ തലമുറ ജാതികളുടെ ദേശത്തെ അവകാശമാക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നോ എന്ന് ചോദിക്കത്തക്ക നിലവാരത്തിൽ നിന്റെ തലമുറകളെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിക്കാൻ പോകും. യെസ്, ലേഖറബലബട ബൽപട്ടിവന സ്ഥിവരപ്രവിട ഘനാദികൾ കെട്ടിയ ഓ റിബന തവന പ്രവിട ഘനാദികൾക്ക് ആത്മാവിൽ ഇന്ന് രാത്രിക്കാലം ഓ റിബന സിയാരകൾ കെട്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. ഒരു ജനറേഷനെ ദൈവാത്മാവ് ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുന്നത് ആത്മാവിനോട് ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയാൻ പറയുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ വർഗീസ് പാസ്റ്റേ, ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പുറകിൽ നിന്ന് ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നാളുകളായി ഹല്ലേലൂയ ഒരു വിത്തിട്ട് ഒരു യജമാനൻ കാത്തിരിക്കുന്നത് പോലെ, ഒരു മുട്ടയെ അടവെച്ച് ഹല്ലേലൂയ സ്തോത്രം ഒരു കോഴി പൊരുതിരിക്കുന്നത് പോലെ നാളുകളായി ചില വിഷയങ്ങളുടെ മേല് നിങ്ങൾ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവാത്മാവിന്റെ ശക്തമായിട്ടൊരു ദൂത് കൈമാറുന്നു. ഈ ദിനങ്ങളിൽ അതിന്റെ മേലൊരു വിടുതലുണ്ട്, അതിന്റെ മേലൊരു വിടുതലുണ്ടത് ആത്മാവ് ശക്തമായിട്ട് ദൂത് കൈമാറുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രഖമന ശംബര രേഖബലസ്യ രഗച്ചുനിമനതകൾ കെട്ടിയാനഗസ്യ വേറികൾ തൊട്ടി പ്രവടകൾ കെട്ടിയ റബൽ പെടകതിയ രഗസ്യ രഗൽ കെട്ടിയ നെഗഷുടിയ രഗൽ കെട്ടിയ എന്റെ ദാസനായ കാലേബിനോ അവനൊരു വേറൊരു സ്വഭാവമുള്ളവൻ. ഹല്ലേലൂയ സ്തോത്രം. ദൈവാത്മ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം. ഇപ്പോഴും എനിക്ക് ഹല്ലേലൂയ ചിലത് പിടിക്കുവാനുള്ള ബലമുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകവും ശക്തിയും കുറഞ്ഞു പോയിട്ടില്ല. ഈ ദിവസങ്ങൾ ആത്മാവിൽ പോരാടിക്കോ, പൊരുതിക്കോ. അടുത്തൊരു ജനറേഷൻ പുറകിൽ നിന്ന് എഴുന്നേൽക്കും കേട്ടോ. അടുത്തൊരു ജനറേഷൻ ആത്മാവിനോട് ശക്തമായിട്ട് അടുത്തൊരു ജനറേഷൻ. സ്തോത്രം, 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 സ്തോത്രം. കെട്ടിയ ദൈവദാസനെ ഞാൻ കാണുന്ന ഒരു വെളിപ്പാട്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഈ സ്തോത്രം നാളുകളായിട്ട് സ്തോത്രം വിത്ത് വിതച്ച് ഹല്ലേലൂയ സ്തോത്രം ഇട്ടിട്ട് നമ്മൾ നോക്കുമ്പോ സ്തോത്രം മുള പൊട്ടാതെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താ കാണുന്നത്? ആ മണ്ണ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ
കർത്താവിന്റെ ദാസനോട് ദൂത് പറയുമ്പോൾ ദൈവാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, ഹല്ലേലൂയ സ്തോത്രം, അത് മുഴുവൻ ഹല്ലേലൂയ മുള പൊട്ടി മുകളിൽ കാണത്തക്ക നിലവാരത്തിൽ വന്നു നിൽക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധമായിട്ട് ശക്തമായിട്ട് പറയുന്നു, നാളുകളെ കാത്തിരുന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ റിസൾട്ടുകൾ ഈ ദിവസങ്ങളിൽ കണ്ണിൽ കാണാൻ പോകുന്നു. ആത്മാവിനോട് ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നു, വിശ്വസിച്ചോ, റിസൾട്ടുകൾ കാണാൻ പോകുന്നു. ഇനി നോക്കിയിരിക്കുന്ന കാലഘട്ടമല്ല, കാത്തിരിക്കുന്ന കാലഘട്ടമല്ല, റിസൾട്ടുകൾ വെളിപ്പെടുന്ന, യെസ്, റിസൾട്ടുകൾ വെളിപ്പെടുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോകുന്നത് ആത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലരെ നോക്കി ദൈവാത്മ പറയുന്നു, പർവ്വതങ്ങൾ ഹല്ലേലൂയ സ്തോത്രം മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാന നിയമം നിന്നെ വിട്ടു നീങ്ങിപ്പോകത്തില്ല. ഈ രാത്രി വിശ്വസിച്ചോ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിനക്ക് ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സമാധാന നിയമം ഇന്ന് രാത്രി ദൈവം നിന്നോട് ചെയ്യുന്ന ഒരു സീസൺ വെളിപ്പെട്ടു വരാൻ പോവുക. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഇവിടെ ഇന്നോട്ട് ദൈവാമൻ ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. സ്തോത്രം. അതിനകത്ത് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാനത് പറയാനൊന്നും അല്ല വന്നത്, അത് പ്രസംഗിക്കാൻ വന്നതല്ല. പക്ഷേ എന്തോ ദൈവാമനോട് ശക്തമായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഈ 54 ഹല്ലേലൂയ 13 ഇങ്ങനെ പറയും, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിങ്ങളുടെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. അടുത്ത പദം ഇങ്ങനെ, നീതിയാൽ, നീതിയാൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാൻ ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്ത് വരത്തില്ല. ഇന്ന് രാത്രി കാലം ചില ഭീഷണികൾ ചില കുടുംബങ്ങളെ വിട്ട് മാറാൻ പോകുക. അല്ലല്ലോ, ചില ഭീഷണികൾ ചില കുടുംബങ്ങളെ വിട്ട് മാറാൻ പോകുക. ചില കുടുംബങ്ങൾക്ക് നേരെയുള്ള ചില ഭീഷണികൾ, ചില തലമുറകൾക്ക് നേരെയുള്ള ചില ഭീഷണികൾ ഇന്ന് രാത്രി കാലം നിനക്ക് വിരോധമായി ഉണ്ടാക്കിയിരിക്കുന്ന ആയുധത്തിന്റെ പിറകിൽ നിൽക്കുന്ന ഭീഷണിയുടെ ശക്തികളെ ഈ രാത്രികാലം ദൈവാത്മാവ് ക്യാൻസൽ ചെയ്ത് കളയാൻ പോവുക. ഈ ഭീഷണി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദൂത് പെട്ടെന്ന് കണക്ട് ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ ഞാൻ വന്നതല്ല, പക്ഷെ എന്തോ പരിശുദ്ധനെ കണക്ട് ചെയ്യുന്നു. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഈ സോദോം ഗോമോറയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഹല്ലേലൂയ, ഇന്ന് ഇങ്ങനൊരു കൾച്ചർ ലോകത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം, ആണും പെണ്ണും ഇങ്ങനൊരു കൾച്ചർ വ്യാപരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഹല്ലേലൂയ ഒരു കാവലിനെ കുറിച്ച് ഞാൻ പറയാൻ പോകും. ഒരു കാവലിനെ കുറിച്ച് ഞാൻ ഇന്ന് രാവിലെ ദൈവാത്മാവോട് സംസാരിച്ചു ഒരു കാവലിനെ കുറിച്ച് ഞാൻ പറയാൻ പോവുക. ഹല്ലേലൂയ സ്തോത്രം. സോദോം ഗോമോറയ്ക്കകത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ, ഉപവസിക്കുന്ന ദൈവത്തിലെ നീ 2023 അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഈ 2026 സംഭവിക്കാൻ പോകുന്ന ഒരു ദൂതാ ഞാൻ കൈമാറാൻ പോകുന്നത്. സ്തോത്രം. സോദോം ഗോമോറയ്ക്കകത്തിലേക്ക് സ്തോത്രം അല്ലെ അതിനെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ 2 ദൂതന്മാർ പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പുറത്തൊരു മനുഷ്യൻ ഇടിവി നിൽക്കുക, ഇപ്പുറത്തൊരു മനുഷ്യൻ ഇടിവി നിൽക്കുക, ഒരു അബ്രഹാം ഇപ്പുറത്ത് ഇടിവി നിൽക്കുക. എന്തിനാ? പട്ടണത്തെ നശിപ്പിക്കാതിരിക്കാൻ. ഹല്ലേലൂയ. അത് മാത്രമല്ല, അബ്രഹാമിന്റെ വിഷയം, തന്റെ സഹോദരപുത്രൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവനൊന്ന് വിടുവിക്കുക. ഇത് അബ്രഹാമിന്റെ കൺസേൺ. അതാ. ഹല്ലേലൂയ. ആ പട്ടണം അബ്രഹാമിന്റെ കൺസേൺ, ഈ മനുഷ്യൻ അബ്രഹാമിന്റെ കൺസേൺ. ഇന്ന് രാത്രി എന്ത് ദൂത് പറയാ? ചില വ്യക്തികളെ ഹല്ലേലൂയ ഒരു കൺസേണായി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു വിടുതലിന്റെ കരത്തെ ദൈവാത്മാവ് ഇന്ന് രാത്രി വിഷയത്തിനകത്ത് ഈ മീറ്റിംഗിൽ ചലിപ്പിക്കാൻ പോവുക. സ്തോത്രം. ഇപ്പുറത്ത് അബ്രഹാം ഇടിവി നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ? ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ജോസ്യ, ഹല്ലേലൂയ സ്തോത്രം. ഇപ്പുറത്ത് അബ്രഹാം ഇടിവി നിൽക്കുന്നത് ലോത്ത് അറിയുന്നുണ്ടോ? പക്ഷെ വെളിപ്പാടുള്ളവൻ അറിയാം, ആ പട്ടണം നശിപ്പിച്ച ഇവൻ നശിക്കും. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച വിഷയം ഞാൻ പറയാൻ വന്ന അതൊന്നുമല്ല. സ്തോത്രം. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ. സ്തോത്രം. ആ പട്ടണത്തിനകത്തിൽ, ലോത്തിന്റെ വീടിനകത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ആ പട്ടണത്തിന്റെ സ്വഭാവമുള്ള പുരുഷന്മാർ വന്ന് അവരെ പിടിക്കാൻ നിൽക്കുമ്പോൾ, സ്തോത്രം, ഇതാ ഒരു ദൂതായിട്ട് നിങ്ങൾ പിടിക്കേണ്ടത്. സ്തോത്രം. പിടിക്കാൻ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ലോത്ത് ബുദ്ധി കൊണ്ട് തന്നെ കൊണ്ട് കഴിയാവുന്ന സൊല്യൂഷൻ പറയുക. എന്റെ ജോസച്ച, സൊല്യൂഷൻസ് പറയാ. ഈ സൊല്യൂഷൻ പറഞ്ഞിട്ട് നടക്കുന്നില്ല കാര്യം. പക്ഷെ ദൂതൻ പറഞ്ഞു, ഇവിടെ സൊല്യൂഷനിലെ വിഷയം അവന്റെ കണ്ണിന് അന്ധത വരുത്താൻ പോവുക, അവന്റെ കണ്ണിന് അന്ധത വരുത്താൻ പോവുക. എന്താ ദൂതെന്ന് ചോദിച്ചാൽ, നിന്നെയും നിന്റെ തലമുറയും ദേശത്തിന്റെ കൾച്ചറിൽ കിടക്കുന്ന മനുഷ്യൻ തൊടാതെ വേണം ദൈവത്തിന് ദൂതന്മാർ ചിലതിന് അന്ധത വരുത്താൻ പോവുക. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ സ്തോത്രം. ചില അനാവശ്യ കൾച്ചറിനകത്ത് കിടക്കുന്ന ഒത്തിരി പേർ, അല്ലെ ഒത്തിരി മനുഷ്യർ, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ കുടുംബത്തിന് നേരെ കയറി വരുമ്പോൾ, നിന്റെ തലമുറയ്ക്ക് നേരെ കയറി വരുമ്പോൾ ഇന്ന് രാത്രി നീ പ്രാർത്ഥിച്ചോ, കർത്താവേ നിന്റെ ദൂതന്മാരെ അയച്ച് ആ ജാതിക്ക്, ആ ജനത്തിന് ഒരു അന്ധത വരുത്തി, ഹല്ലേലൂയ, എന്നെയും എന്റെ തലമുറയും അങ്ങനെയുള്ള ഭീഷണികളിൽ നിന്ന്, അങ്ങനെയുള്ള പ്രതിസന്ധിക്കകത്ത് ദൈവമേ നീ ഒന്ന് വിടുവിക്കണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുക.
ഷബാറബാൽ ഹത്തരാജഗക്ഷുടിയ. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. എന്നെ ഒത്തിരി രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. അന്ധത പിടിപ്പിച്ച് തൊടാൻ പറ്റിയില്ല. പിന്നെ നീ എവിടോട്ട് പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അഭിഷിക്തന്മാർ തീരുമാനിക്കും. യെസ്, ഇന്ന് രാത്രി ദൂതരെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ ഇന്ന് രാത്രി. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അങ്ങനെയുള്ള വ്യക്തികൾ എവിടോട്ട് പോകണമെന്ന് അഭിഷിക്തന്മാർ തീരുമാനിക്കുക. നിന്റെ ചുറ്റും പാളയം ഇറങ്ങും ദൈവത്തിന്റെ ഏഞ്ചൽസ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. ചില കുടുംബങ്ങൾക്ക് ചുറ്റും ദൈവത്തിന്റെ ഏഞ്ചൽസിന്റെ ഒരു കാവൽ ചോദിച്ചോ, ദൈവത്തിന്റെ ഏഞ്ചൽസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ചോദിച്ചോ. ഇന്ന് രാത്രി നിന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് പലതും ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ഈ രാത്രി കാലം ഇറങ്ങി ചെയ്യും. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളത് കർത്താവ് ഇന്ന് രാത്രിയോട് ശക്തമായിട്ട് പറഞ്ഞു. അങ്ങനെ ചില കൾച്ചറിൽ നിന്ന് രാത്രി ദൈവം ചിലതിനെ പുറത്തെടുക്കും. അങ്ങനെ ചില കൾച്ചറിൽ നിന്ന് ചിലതിനെ ഇന്ന് രാത്രി ദൈവത്തിന് പുറത്തെടുക്കാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ചില കുടുംബങ്ങളെ പുറത്തെടുക്കാൻ പദ്ധതിയുണ്ട്. ചില തലമുറകളെ പുറത്തെടുക്കാൻ പദ്ധതിയുണ്ട്. യെസ്, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ നിൽക്കുന്ന ഒരു പട്ടണമുണ്ട്. ഹല്ലേലൂയ, ആ പട്ടണത്തിന്റെ ഒരു കൾച്ചർ ഉണ്ട്. പക്ഷെ ആ പട്ടണത്തിന്റെ കൾച്ചർ എന്റെ വീടിനകത്തോട്ട് കയറാതെ, യെസ്, എന്റെ വീടിനകത്തോട്ട് കയറാതെ, എന്റെ ചിലരോട് ദൈവം ശക്തമായിട്ട് പറയുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. ആ പട്ടണത്തിന്റെ കൾച്ചർ, ആ ദേശത്തിന്റെ കൾച്ചർ നിന്റെ വീടിനകത്തിലോട്ട് കയറാതെ വേണം നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ഏഞ്ചൽസ് ഇന്ന് രാത്രികാലം ചില മേഖലകളിൽ ഇറങ്ങി അതിന് നിന്റെ തലമുറയെ, അങ്ങനെയുള്ള വ്യക്തികൾ കാണുമ്പോൾ അവർക്ക് അന്ധത പിടിക്കും. നിന്റെ തലമുറയെ ഒഴിഞ്ഞു പോകും, നിന്റെ കുടുംബത്തെ ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ നിന്റെ വീടിനെ ഒഴിഞ്ഞു പോകും. ഇന്ന് രാത്രികാലം നിന്നെ അതിനകത്ത് ദൈവം പ്രൊട്ടക്ട് ചെയ്ത് വെളിക്കൊണ്ടുവരാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. റീഖാമന സിയാരഗക്ഷുടിയ ലേഖ്രമന സിയാരഗക്ഷുടി അനകൾ കെട്ടി നെയ്യാസ്തിയാരകൾ കെട്ടിയ. സ്തോത്രം, സ്തോത്രം. നിന്റെ തലമുറയെ പീഡിപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. പീഡനത്തോട് നീ അകന്നിരിക്കുന്ന ദൈവവചനം പറഞ്ഞിരിക്കുന്നു ഇവിടെ. ഹല്ലേലൂയ. ഭീഷണിയോട് നീ അകന്നിരിക്കുക. അവിടെ ഒരു ഭീഷണി ഉയർത്തിയത് കേട്ടോ, അവിടെ ഒരു ഭീഷണി ഉയർത്തി. ഞാൻ ഇന്ന് രാത്രി ഈ വിഷയം നിങ്ങളോട് പറയാനിരുന്നതല്ല, സ്തോത്രം. പക്ഷെ എന്നോട് ദൈവാത്മ പറയുന്നു ഒരു ഭീഷണി അവിടെ ഉയർത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പീഡനത്തിലേക്ക് അവിടെ കയറ്റിയത്. പക്ഷേ സ്തോത്രം, അവിടെ ദൈവം ഒരു വിടുതൽ കൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവം ശക്തമായിട്ട് ചില കുടുംബങ്ങളോട് പറയുന്നു, നിനക്ക് വിരോധമായി കയറി വന്ന ചില ഭീഷണികളെ ഇന്ന് രാത്രികാലം ദൈവം ക്യാൻസൽ ചെയ്യാൻ പോവുക. അത് കേറത്തില്ല. അത് നിന്റെ ഡോറി വന്ന് നിന്നിട്ട് മാറിപ്പോകാൻ പോകുക. അല്ലെങ്കിൽ നിന്റെ പട്ടണത്തിലോട്ട് കേറത്തില്ല. നീ സർക്കിൾ വരയ്ക്ക്. ഇന്ന് രാത്രി എന്തോ ദൈവാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, നീ നിന്റെ വീട് സർക്കിൾ വരയ്ക്ക്. അല്ലെങ്കിൽ സർക്കിൾ വരച്ച് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എന്തോ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പറയുന്നു ചില കുടുംബങ്ങളെ നോക്കി ആത്മാവ് ഇങ്ങനെ പ്രവചിക്കുന്നു, നീ നിന്റെ വീടിന് ചുറ്റും ഒരു സർക്കിൾ വരച്ചിട്ട് പറ. അല്ലെ, ഇതിനകത്ത് നിന്ന് വെളിയിലേക്ക് പോകുകയും ഇതിനകത്ത് നിന്ന് അകത്തേക്ക് വരികയും ചെയ്ത എന്റെ തലമുറയുടെ മേൽ ഞാനൊരു പ്രൊട്ടക്ഷൻ ഇടുന്നു. ഭീഷണിയോട് അവർ അകന്നിരിക്കും. അല്ലെ, പീഡനത്തോടെ അവർ അകന്നിരിക്കും. ഒരു ദുഷ്ടശക്തിക്ക് അവരെ തൊടാൻ പറ്റാതെ ആത്മാവിന്റെ ഒരു കാവൽ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നു. സിയാരകൾ കെട്ടിയ സ്തോത്രം. റാഖാമാന ഷാഠാന ദേഖാലസിയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധമായിട്ട് ശക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ചില സംഹാര ദൂതന്മാരെ ദൈവം ഇന്ന് രാത്രി വെട്ടിമാറ്റാൻ പോവുക. ചില സംഹാര ദൂതന്മാരെ ഇന്ന് രാത്രി ദൈവം വെട്ടിമാറ്റാൻ പോകുക. ചില സംഹാര ദൂതന്മാരെ ഇന്ന് രാത്രി വെട്ടിമാറ്റാൻ ഏഞ്ചൽസ്, ദൈവത്തിന്റെ ഏഞ്ചൽസ് ഇന്ന് രാത്രി ചിലരെ സഹായിപ്പാൻ ഇന്ന് രാത്രി ഇറങ്ങാൻ പോകും. ഈ മീറ്റിങ്ങിനകത്തിൽ ദൈവത്തിന്റെ ഏഞ്ചൽസ് ഇന്ന് രാത്രി ചിലരെ സഹായിക്കുവാൻ വേണ്ടി ഈ മീറ്റിങ്ങിനകത്ത് ഇറങ്ങാൻ പോവുക. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചു. ദൈവത്തിന്റെ ഏഞ്ചൽസ് റാമാന ഷുഡിയ നഗൽ കെട്ടിയ നഗസ്തിയ രഗൽ കെട്ടിയ. കർത്താവിനോട് പറയുന്ന ശരീരത്തിന് ചില ദോഷങ്ങൾ ഇടുവാൻ തക്കണം, പോരാടിക്കൊണ്ടിരിക്കുന്ന ചില ശക്തികളെ തകർക്കുവാൻ തക്കണം ദൈവത്തിന്റെ ഏഞ്ചൽസ് റീഖേ മനാഷുഡിയ രഗൽ കെട്ടിയ നഗസ്തിയ യെസ് റാമനസ്തിയ രഗൽ കെട്ടിയ റബൽസിയ ഫേബായസ് ജി എന്ന് പറയുന്ന അല്ലെ ഡിവൈസ് ഇരിക്കുന്ന ആന്റിയോട് ദൈവാത്മ ശക്തമായിട്ട് പറയുന്നു. റമാനഗാസിയ രഗൽ കെട്ടിയ ദൈവത്തിന്റെ ഏഞ്ചൽസ് ഇന്ന് രാത്രി സഹായത്തിനായിട്ട് ഇറങ്ങാൻ പോകുക. നിന്റെ കാല് കല്ലിൽ തട്ടാതെ ഞാൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം. ഹല്ലേലൂയ, സ്തോത്രം. ചില മറഞ്ഞിരിക്കുന്ന അനർത്ഥങ്ങൾ കൊണ്ടിടുവാൻ തക്കണം നോക്കുന്ന ചില ശക്തിയുടെ നടുവിൽ ഈ രാത്രി ദൈവാത്മം ഇങ്ങനെ ഒരു ദൂത് ഹല്ലേലൂയ ആന്റിയോട് ഇങ്ങനെ കൈമാറുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ ഏഞ്ചൽസിന്റെ ഒരു കാവൽ ഇന്ന് രാത്രി ആന്റിക്ക് ദൈവം കൽപ്പിക്കുക കേട്ടോ. എന്നോട് ശക്തമായിട്ട് ഹല്ലേലൂയ, സ്തോത്രം. ഫേബായസ് ജി എന്ന് പറയുന്ന ആ ഡിവൈസ് ഇരിക്കുന്ന ആന്റിയോട് ദൈവാത്മ പറയുന്നു, ഇന്ന് രാത്രി ഒരു കാവലിനെ ദൈവം കൽപ്പിക്കുക കേട്ടോ. ഏതൊക്കെയോ മേഖല ഇന്ന് രാത്രി മീറ്റിങ്ങിനകത്തിൽ ഈ ദൈവജനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വിരോധമായി ഉണ്ടാക്കി അകത്തളങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ശത്രുവിന്റെ ചില പ്ലാനുകളെ ഈ
രാത്രികാലം ദൈവാത്മാവ് പൊളിച്ചു മാറ്റുന്നത് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. റീഖേ മനസിയ രകൽ കെട്ടിയ റബൽപ്പയുടെ ദീപന മാനസിക മേഖല, ശാരീരിക മേഖല ഒരുപോലെ തളർത്തിക്കളയത്തക്ക നിലവാരത്തിൽ ശത്രു ഉണ്ടാക്കിയ ചില പദ്ധതികളെയും പ്ലാനുകളെയും ഈ രാത്രികാലം ദൈവാത്മാവ് തകർക്കുന്നത് ആത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ട് ഇടപെടുന്നു. ഈ രാത്രികാലം ഹല്ലേലൂയ ദൈവദാസനെ ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഈ ദിവസങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ചില വിടുതലുകൾ ചില കുടുംബങ്ങൾ സംഭവിക്കും, ചില അനർത്ഥങ്ങൾ ചില കുടുംബങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുമെന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഈ 31-ാം തീയതിക്ക് മുമ്പ് വരെ ഉപവസിക്കാൻ കഴിയുന്നവർ ഉപവസിച്ചു, പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചു. എന്നോട് പരിശുദ്ധം ഇങ്ങനെ ഈ കൂട്ടത്തോട് ഒരു ദൂത് വിളിച്ചു പറയാൻ ഇങ്ങനെ എന്നോട് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ചില അനർത്ഥങ്ങൾ ഹല്ലേലൂയ ഈ 2026 ജനുവരി മാസം തന്നെ ചില അനർത്ഥങ്ങളും ചില പ്രതിസന്ധികളും ഭവനങ്ങൾക്കകത്തിൽ കൊണ്ടിടുവാൻ തക്കണം വെല്ലുവിളിക്കുന്ന ചില ശക്തികളെ ഇന്ന് രാത്രി മീറ്റിംഗിന്റെ നടുവിൽ ദൈവാത്മാവ് ക്യാൻസൽ ചെയ്ത് കളയുന്നെന്ന് ആത്മാവിനോട് ശക്തമായിട്ടൊരു ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രി മീറ്റിംഗ് ഹല്ലേലൂയ യാദർശികമായി ഉണ്ടായതല്ല. ഇന്ന് രാത്രി കാലം ഈ മീറ്റിംഗിന് നടുവിൽ ഒരു ഭയങ്കര ദൈവ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുന്നത് ആത്മാവ് ശക്തമായിട്ട് ദൂത് കൈമാറുക. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഞാനൊരു കാര്യം കൂടെ പറയാം. സ്തോത്രം. നമ്മൾ എപ്പോഴാണോ സ്തോത്രം, ഞാൻ നിങ്ങളുടെ കർത്താവിന്റെ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്നു, ഈ കൂട്ടത്തിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ എപ്പോഴാണോ ദൈവസന്നിധി വന്ന് ദൈവത്തിന്റെ സന്നിധി മുട്ടുമടക്കുന്നത് അല്ലെങ്കിൽ ദൈവസന്നിധി വന്നിരിക്കുന്നത്, അപ്പോഴാണ് ദൈവം നമ്മളോടുള്ള ദൈവാലോചന അറിയിക്കുന്നത്. ഞങ്ങൾ രണ്ട് സാക്ഷ്യങ്ങൾ അതിന്റെ തെളിവായിട്ട് ഞാൻ പറയാം. ഞങ്ങളോട് കണക്ട് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ഒരു സഹോദരൻ സ്തോത്രം, ആ സഹോദരന്റെ സ്തോത്രം വൈഫിന് പെട്ടെന്നൊരു സർജറി, പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഒരു കുഴപ്പമില്ല നിൽക്കുന്ന ആൾക്ക് പെട്ടെന്നൊരു സർജറിയിലേക്ക് അവർ കയറുകയാണ്. ആ സർജറി വരുന്നതിന്റെ തലേ ദിവസം സർജറി വരിക എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് സർജറി ആയിരുന്നു വേണ്ടത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്കൊരു വയറ്റ് വേന ഉണ്ടായി, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേന് ഒരു വലിയ മുഴ യൂട്രസിനകത്തിൽ, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് അർജന്റ് സർജറി വേണ്ട ഒരു കേസാണ്. തലേ ദിവസം ദൈവനോട് ഇടപെട്ടു, ഒരു ദൂത് ഇടപെട്ടു. തലേ ദിവസം എന്താ ഇടപെട്ടെന്ന് അറിയാം നിങ്ങൾക്ക്? തലേ രാത്രി പത്രോസിനെ സ്തോത്രം ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഹേരോദാവ് പദ്ധതിയിട്ടതിന്റെ തലേ രാത്രി ദൂതൻ കാരാഗ്രഹത്തിനകത്തിലിറങ്ങി. എന്നോട് കർത്താവ് ഇങ്ങനെ ഇടപെടാൻ തുടങ്ങി. തലേ രാത്രി എനിക്ക് പിടികിട്ടിയില്ല, എന്താ കർത്താവ് ഇങ്ങനെ തലേ രാത്രി? കർത്താവിനോട് പറഞ്ഞു, സ്തോത്രം, ചില അനർത്ഥങ്ങൾക്ക് തൊട്ടുമുമ്പേ ചിലതിനെ ദൈവം വഴിമാറ്റി വിടാൻ പോവുക, തൊട്ടുമുമ്പേ ചില വിടുതൽ സംഭവിക്കാൻ പോവുക. ഞാനിത് നിങ്ങളോട് പറയാൻ വന്നതല്ല, പക്ഷെ എന്നോട് ദൈവാത്മ പറയുന്നു ഇന്ന് രാത്രി ഈ 2-3 ദിവസങ്ങളിൽ നിങ്ങളുടെ മീറ്റിങ്ങിനകത്തിൽ എന്നോട് ശക്തമായിട്ട് കർത്താവിദാസൻ വർഗീസ് പാസ്റ്ററെ ദൈവാത്മ ഇങ്ങനെ പറയുന്നു, ചിലതിനെ സ്തോത്രം ചിലതിൻ്റെ മുമ്പിൽ നിർത്താൻ ശത്രു പദ്ധതി ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചിലത് മാറിപ്പോകാൻ പോവാ. നിനക്ക് വിരോധമായി ഉണ്ടാക്കി വെച്ച ചില ആയുധങ്ങൾ മാറിപ്പോവാൻ പോവാ. മരണകരമായ ഒരു അനർത്ഥം കയറി വരേണ്ടതാ, പക്ഷേ ദൈവം മാറ്റിവിട്ടു. ഇന്ന് രാത്രികാലം എനിക്കറിയത്തില്ല പരിശുദ്ധമോട് ഞാൻ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ വന്നതല്ല നിങ്ങളുടെ മധ്യത്തിൽ, പക്ഷേ എനിക്കറിയത്തില്ല പരിശുദ്ധമോട് ശക്തമായിട്ട് പറയുന്നു, ഇന്ന് രാത്രികാലം ഈ ദിവസങ്ങളിൽ ഇരുട്ടിന്റെ ശക്തികൾ മാറിപ്പോകാൻ പോകുക. ഇരുട്ടിന്റെ ചില ശക്തികൾ മാറിപ്പോകാൻ പോകുക. ചില അനർത്ഥങ്ങൾ മാറിപ്പോകാൻ പോകുക. സ്തോത്രം, ചിലതിനെ പരസ്യ കൊലമാക്കി നിർത്തുവാൻ തക്കണ ശത്രു പദ്ധതി ഒരുക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ ഏഞ്ചൽസ്, ദൈവത്തിന്റെ ദൂതന്മാർ ഹല്ലേലൂയ നീ അകപ്പെട്ട് കിടക്കുന്ന ആ വിഷയത്തിന് അകത്തിലേക്ക് ഇറക്കിയിട്ട് സ്തോത്രം നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ തക്കണം. ഇന്ന് രാത്രികാലം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടത് ആത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ട് ദൂത് കൈമാറുക. സ്തോത്രം. ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചോണം, കർത്താവേ ദൈവത്തിന്റെ ഏഞ്ചൽസ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം. ഏഞ്ചൽസ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവാം. ദൈവത്തിന്റെ ഏഞ്ചൽസ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പോവുക. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഞാൻ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്തോത്രം ഹല്ലേലൂയ, രാജാവ് സിംഹത്തിന്റെ ഗുഹയുടെ അരികി വന്നിട്ട് ചോദിക്കുന്ന ദുഃഖ ശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്തോത്രം, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. സ്തോത്രം. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ. ദാനിയേൽ രാജാവിനോട്, നീ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവയുടെ വായ് അടച്ചു കളഞ്ഞു. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ.
ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസം ദൈവാത്മാവിനോട് ശക്തമായിട്ട് ഇടപെട്ടൊരു പദം അത്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഈ രാത്രി കേട്ടു. ഹല്ലേലൂയ സ്തോത്രം. കേട് വരുത്താതിരിക്കാൻ. യെസ്, കേടുവരുത്താനാ ശത്രു ശ്രമിച്ചത്, കേടുവരുത്താനാ ശത്രു ശ്രമിച്ചത്. പക്ഷേ കേടുവരുത്താതെ വണ്ണം ദൂതൻ ഇറങ്ങി വിടുവിച്ചു. ഈ രാത്രി ദൈവം ഒരു ശക്തമൊരു ദൂതി കൂട്ടത്തെ നോക്കി വിളിച്ചു പറയുന്നു, നിന്റെ ശരീരത്തിന് കേടുവരുത്തുവാൻ, അല്ലെ നിന്റെ ആരോഗ്യത്തിന് കേടുവരുത്തുവാൻ, നിന്റെ തലമുറയ്ക്ക് കേടുവരുത്തുവാൻ, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ കുടുംബത്തിന് കേടുവരുത്തുവാൻ ശത്രു ഉണ്ടാക്കി വെച്ച പദ്ധതികളെ ഈ രാത്രി കാലം, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്ത് കളയാൻ പോകുക, ക്യാൻസൽ ചെയ്ത് കളയാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് ദുഃഖമുണ്ടാകാൻ, ഹല്ലേലൂയ സ്തോത്രം, ശത്രു ഉണ്ടാക്കി വെച്ച ചില പദ്ധതികളെ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ ചില ശത്രു ഉണ്ടാക്കി വെച്ച ചില പദ്ധതികളെ ഈ രാത്രികാലം ആരാധിച്ച ആത്മാവിൽ ഈ ദൂതനെ സ്വീകരിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി സ്വീകരിച്ചോ. ഇന്ന് രാത്രികാലം നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ആ അനർത്ഥങ്ങളെ ദൈവം ഒഴിച്ചു മാറ്റുക. കേടുവരുത്താതെ വണ്ണം, കേടുവരുത്താതെ വണ്ണം, യെസ്, കേടുവരുത്താതെ വണ്ണം. ഇതിനകത്ത് ചിലരുടെ മേൽ ഭയങ്കര ഡെലിവറൻസ് ഈ മീറ്റിങ്ങിനകത്ത് നടക്കും. കേടുവരുത്താതെ വേണം, കേടുവരുത്താതെ വേണം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി സൗഖ്യം വേണ്ട ഒരു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ സ്തോത്രം അതിന്റെ സ്തോത്രം 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പദം അവിടെ കിടപ്പുണ്ട്. എന്തോന്നറിയോ? സ്തോത്രം, മേദ്യരുടെയും പാഴ്സ്യരുടെയും നീക്കം വരാത്ത നിയമപ്രകാരം, മാറ്റം വരാത്തോണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ചു, ഉറപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഒരു കാര്യം പറയാം. സ്തോത്രം. ഈ കൽപ്പനയെ ഉറപ്പിച്ചത് രാജാവ് തന്നെ. സ്തോത്രം. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ഒരു ദൂതിന്റെ ആഴത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. സ്തോത്രം. ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഡോക്ടർ ഉറപ്പിക്കല്ലേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ഡോക്ടറിന് പല കേസുകളും വിടുവിക്കണമെന്ന് ആഗ്രഹിച്ചു. അത് അദ്ദേഹം പേരുകെട്ട ഡോക്ടറായിരിക്കും. പക്ഷേ ചില രോഗങ്ങളെ കണ്ടിട്ട് അദ്ദേഹത്തിന് രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയാത്ത കേസുകളുണ്ട്, അല്ലേ? ഉറപ്പിക്കപ്പെട്ട രേഖ, ഇന്ന് രാത്രി ചില ഉറപ്പിക്കപ്പെട്ട രേഖയെ ദൈവം ദുർബലമാക്കാൻ പോവാം. ഉറപ്പിക്കപ്പെട്ട രേഖയെ ദുർബലമാക്കാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജോസെ വിശ്വസിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ജോസ് മാത്യു വിശ്വസിച്ചു. നിങ്ങൾ കുടുംബമായിട്ട് ഇന്ന് രാത്രി വിശ്വസിച്ചു. ഉറപ്പിക്കപ്പെട്ട ചില രേഖകളെ ഇന്ന് രാത്രി ദൈവം ദുർബലമാക്കി കളയാൻ പോവുക. ആർക്കും മാറ്റാൻ പറ്റാത്ത നിലവാരത്തിൽ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ ഉറപ്പിക്കപ്പെട്ട ചില രേഖകളെ ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവം നിർവീര്യമാക്കി, ഒന്നുകൂടെ പറഞ്ഞാൽ ദുർബലമാക്കി കളയുന്ന രാത്രികാലമാക്കി ഈ രാത്രിയെ ദൈവം തിരിപ്പിക്കാൻ പോകുക. ആർക്കും മാറ്റാൻ പറ്റാത്ത, ദുർബലമാക്കാൻ പറ്റാത്ത ചില രേഖകളെ ഈ രാത്രികാലം സ്വർഗത്തിലെ ദൈവം അതിനെ ദുർബലമാക്കാൻ പോവാ. കെട്ടിയ റാബൽപയുടെ റസ്യാരകളെ രേഖ ദുർബലമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. രേഖ ദുർബലമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. സ്തോത്രം. ഒന്ന്, സ്തോത്രം, രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞു. സ്തോത്രം. രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞു. സ്തോത്രം. സോദോം ഗോമോറ നശിപ്പിക്കാൻ പോവാന്ന് അബ്രഹാമിന് പിടികിട്ടി. സ്തോത്രം. ഇവരെല്ലാം ചെയ്ത കാര്യം എന്തോന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഇടിവി നിൽക്കാൻ തുടങ്ങി, ഇടിവി നിൽക്കാൻ തുടങ്ങി. പലപ്പോഴും നമുക്കുള്ള പ്രശ്നം എന്താണെന്നറിയാം, പ്രശ്നം നാട്ടുകാരോട് മൊത്തം വിളിച്ചു പറയും. പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ ഈ പ്രശ്നമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി നീ ദൈവം മുമ്പിൽ പ്രശ്നമായിട്ട് ഇരിക്കാൻ. ദാനിയേലിന് എതിരെ രേഖ എഴുതി. ആരുണ്ട് ദാനിയേലിനെ സപ്പോർട്ട് ചെയ്യും? നമ്മുടെ ഭാഷ പറഞ്ഞ ഇന്നത്തെ സൂം മീറ്റിംഗ് എല്ലാവരും കൂടെ കയറി സ്തോത്രം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ ദാനിയേലിന് വലിയൊരു ഉണ്ടോ? പക്ഷേ ദാനിയേലിന് ഒരു ദൈവത്തെ പരിചയം ഉണ്ടായിരുന്നു. ഇതാ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലും പറഞ്ഞു, നിനക്കൊരു ദൈവത്തെ പരിചയം വേണം കേട്ടോ. നിന്റെ ദൈവം ആരാന്ന് നിനക്കൊരു പരിചയം ഉണ്ടാവണം. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പലരെയും കുഴപ്പം ദൈവമായിട്ടൊരു ബന്ധവുമില്ല. നാട്ടിലെ എല്ലാ പാസ്റ്റർമാരുമായിട്ട് ബന്ധമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവമായിട്ട് പരിചയം ഉണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കുറച്ച് മുമ്പേ സ്തോത്രം ഏത് പറഞ്ഞു, കുറച്ച് മുമ്പേ ഞങ്ങളുടെ അടുത്ത മാസം ഒരു സൂം മീറ്റിങ്ങിൽ ഞാൻ വിളിക്കാൻ പോകുന്ന 2 ദൈവദാസന്മാരുടെ ഫോട്ടോ ഞാൻ എൻ്റെ വൈഫിനെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് ഈ ദൈവദാസന്മാരെയൊക്കെ ഞാൻ വിളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ വൈഫ് പറഞ്ഞു, ദൈവദാസന്മാരുടെ മുഖത്തോട്ട് നോക്കാം, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. സ്തോത്ര 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 സ്തോത്ര. അല്ല, ഞാൻ പറഞ്ഞ അതുകൊണ്ടല്ല, ശക്തന്മാരായ ദൈവദാസന്മാരെ വിളിച്ചാൽ നമുക്കതൊരു ബ്ലെസ്സിങ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ അവരുടെ പേരൊന്ന് പറഞ്ഞതാ. അത് നോർമലി അവരൊന്നും വരാൻ സാധ്യതയില്ലാത്തവരാ. പക്ഷേ ദൈവം എനിക്ക് അവരോട്ടൊരു കണക്ഷൻ തന്നതുകൊണ്ട് സ്തോത്രം ഞാൻ പറഞ്ഞു എന്നുള്ളെന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഈ രാത്രികാലം സ്തോത്രം ദാനിയേലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്തോത്രം ദാനിയേലിന് വിരോധമായി രേഖ എഴുതി, അവന്റെ തലയെടുക്കാൻ രേഖ എഴുതി ദാനിയേലിന് നന്നായിട്ട് അറിയാം. പക്ഷേ ദാനിയേലിന് ഒരു ഉറപ്പുണ്ട്. സ്തോത്രം. ഞാൻ ഇടപെടാതെ സേവിച്ചു വരുന്നൊരു ദൈവമുണ്ട്.
ഹല്ലേലൂയ സ്തോത്രം, ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ അവൻ വീണ്ടും ഹല്ലേലൂയ സ്തോത്രം മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താണോ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞത്, അത് തന്നെ ചെയ്യാൻ തുടങ്ങി, അത് തന്നെ ചെയ്യാൻ തുടങ്ങി, അത് തന്നെ ചെയ്യാൻ തുടങ്ങി. നിന്നെ ഉപവസിപ്പിക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞു, നീ ഉപവസിക്കുക. ഞാൻ ഉപവാസത്തില്ല, ഹല്ലേലൂയ, നീ ഉപവസിക്കുക. നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധമായി എഴുതിയിട്ടുള്ള ചില രേഖകൾ ക്യാൻസൽ ആകുന്ന നീ കാണാൻ പോകുക. എനിക്കറിയത്തില്ല, പരിശുദ്ധമരുടെ ഈ മീറ്റിംഗിനകത്ത് ചിലരെ നോക്കി ശക്തമായി ദൂത് വിളിച്ചു പറയാൻ പറയുന്നു. ചിലർക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ഈ 2-3 ദിവസങ്ങൾക്കകത്ത് ചില രേഖകൾ നീ അറിയാതെ ആത്മമണ്ഡലത്തിൽ ക്യാൻസൽ ആകാൻ പോവാ. സ്തോത്രം. ആത്മമണ്ഡലത്തിൽ ക്യാൻസൽ ആകാൻ പോവാ. ആത്മമണ്ഡലത്തിൽ ക്യാൻസൽ ആകും. കർത്താവിനോട് ശക്തമായിട്ട് എന്നെ ഹല്ലേലൂയ ഹേമിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥന ഇതുവരെയും ഉപവസിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉപവസിച്ചോ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു നേരമെങ്കിലും ഉപവസിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. നിനക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന ചില രേഖകളെ ദൈവം ക്യാൻസൽ ചെയ്യാൻ പോകുക. എന്നോട് കർത്താവിന്റെ ഹൃദയം എന്നോട് പറയാൻ കർത്താവ് പറയുന്നു, മോനെ ഹല്ലേലൂയ സ്തോത്രം, ചില ഹല്ലേലൂയ സ്തോത്രം വ്യക്തികൾ ഹല്ലേലൂയ ഒരു നേരമെങ്കിലും നീ ഉപവസിക്കാൻ തയ്യാറായി, പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ചില രേഖകൾ നിങ്ങളുടെ മേൽ ക്യാൻസൽ ആകാൻ പോകുക. ചില രേഖകൾ ക്യാൻസൽ ആകാൻ പോകുക. നിങ്ങൾക്ക് വേണ്ടി ശുഭകരമായിട്ടുള്ള ചില വാതിലുകളെ ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ പോകുന്നെന്ന് ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ദൂത് കൈമാറുക. റാവൽപേടക റീബസ്തിയ രഗൽ കെട്ടിയ നഗസ്തിയ രഗക്ഷുടിയ റാൽ കെട്ടി റീബദിയ രഗൽ കെട്ടി റീബസിയ രഗക്ഷുടിയ. യേശുവിന്റെ നാമത്തില് അവന് വിരോധമായി രേഖ എഴുതി എന്നറിഞ്ഞപ്പോൾ ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, രേഖയുടെ ബലത്തേക്കെടുത്താൻ പ്രാർത്ഥനയ്ക്ക് പറ്റുമോ? രേഖയുടെ ബലത്തേക്കെടുത്താൻ പ്രാർത്ഥനയ്ക്ക് പറ്റുമോ? പറ്റുമെന്നേ ഇന്ന് രാത്രി വിശ്വസിച്ചോണ്ട് നീ പറ, പറ്റും 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 പറ്റും. യേശുവിന്റെ നാമത്തിൽ പറ്റും. ഹല്ലേലൂയ പറ്റും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പറ, പറ്റും. രേഖയുടെ ബലത്തെ കെടുത്താൻ ദൈവത്തിന് കഴിയും, പറ്റും. ഞാൻ സേവിക്കുന്ന ദൈവത്തിന് രേഖയുടെ ബലത്തെ കെടുത്താൻ പറ്റും. ഇന്ന് രാത്രി ചിലർക്ക് വിരോധമായി വൈദ്യശാസ്ത്രം എഴുതിയ രേഖ ആയിക്കോട്ടെ, നാട്ടുകാരെഴുതിയ രേഖ ആയിക്കോട്ടെ, ഏത് വിരോധ രേഖയും മാറ്റുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് കഴിയുമെന്ന്. സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. എന്റെ മൂത്ത മോന്റെ പേര് എബേസ് എന്നാ, എബേസ്. സ്തോത്രം. ഞാൻ അവന്റെ പേരെ കിട്ടി ഞാൻ ഇവനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു, എബേസിനെ കുറിച്ച് ഒന്ന് പഠിച്ചു. ഇപ്പോ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, സ്തോത്രം, അവൻ വ്യസനപുത്രൻ എന്ന് എഴുതി വെച്ചതുകൊണ്ടായിരിക്കും നമ്മളാരും ഇടാത്തത്. പക്ഷെ ഞാൻ ബൈബിളിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ എനിക്ക് പിടികിട്ടിയൊരു കാര്യമുണ്ട്. ദൈവം എബേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യം വ്യസനപുത്രൻ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വായിച്ചു നോക്കിയോ? നമ്മൾ സ്തോത്രം ദിനവൃത്താന്ത പുസ്തകം വായിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം ബൈബിൾ എബേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്തോത്രം, നിങ്ങൾ തുടങ്ങി ഇങ്ങനെ വായിച്ചു വരുമ്പോഴത്തേക്കിന് ആദ്യം ബൈബിളിൽ എബേസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: എബേസിൽ പാർത്ത ശാസ്ത്രജ്ഞന്മാരുടെ കുലങ്ങളാവിത്. സ്തോത്രം. അപ്പൊ നമ്മൾ വിചാരിക്കും, എന്റെ പൊന്നെ ഇതാരാ ഈ എബേസ്? ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? എബേസിൽ പാർത്ത, ഒന്നുകൂടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അമേരിക്കയിലെ VIP സയന്റിസ്റ്റുമാര് പാർക്കുന്ന ഒരു പട്ടണത്തിട്ടിരിക്കുന്ന പേരെന്ന് പറഞ്ഞതുപോലെ, സ്തോത്രം, ഈ മനുഷ്യന്റെ പേര് അങ്ങനെ ദൈവം കൊണ്ടിട്ടു. ദൈവം കൊണ്ടോ? ദൈവം ഒരുത്തനെ മാന്യനാക്കാൻ തീരുമാനിച്ചാലുണ്ടല്ലോ മാറുന്ന സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അടുത്തത് ഇങ്ങനെ അങ്ങോട്ട് വായിച്ചങ്ങോട്ട് വരുമ്പോൾ എബേസിനെ കുറിച്ച് ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ മാന്യനായിരുന്നു. സ്തോത്രം. കണ്ടോ? സ്തോത്രം. ആദ്യം ദൈവം അവന്റെ പേരുള്ള പട്ടണത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്തത് ദൈവം അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവൻ മാന്യനായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, എന്റെ ജോസച്ചേ ഹല്ലേലൂയ സ്തോത്രം, ഹോണറബിൾ പേഴ്സൺ ആയിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ മനുഷ്യൻ നിനക്കിട്ട ലേബലുകളെ പൊട്ടിക്കുവാൻ ഇസ്രായേലിന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരെ ഹോണറബിൾ പേഴ്സൺസ് ആക്കി തീർക്കാൻ ഈ രാത്രി എന്റെ ദൈവത്തിന് പറ്റുമെന്ന്. നിനക്ക് വിരോധമായി എഴുതിയ രേഖ ദൈവത്തിന് പൊളിക്കാൻ പറ്റുമെന്ന്. എന്നിട്ടാ ഹല്ലേലൂയ എങ്ങനെ ഈ പുള്ളി ഹോണറബിൾ ആയെന്ന് എഴുതി വെച്ചത്. സ്തോത്രം. പിടികിട്ടി കാര്യം ഒന്ന് അറിയണ്ടേ? സ്തോത്രം. എന്നിട്ടാണ് ദൈവം പറഞ്ഞത്, സ്തോത്രം, എബേസിനെ അവന്റെ അമ്മ വ്യസനത്തോടെ പ്രസവിച്ചതുകൊണ്ട് അവന് എബേസ് എന്ന് പേരിട്ടു. ഇത്രയും കാര്യമുള്ള. അടുത്തത് സ്തോത്രം, എങ്ങനെ പേര് മാറിയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്. സ്തോത്രം. എടാ, നിനക്ക് വിരോധമായിട്ട് പലരും പലതും പറയും, മൈൻഡ് ചെയ്യണ്ട, നീ ദൈവത്തിന്റെ സന്നിധിയിലോട്ടില്ലേ, അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലോട്ടില്ലേ. ഹല്ലേലൂയ സ്തോത്രം. എന്റെ ഒരു സ്നേഹിതരായിട്ടൊരു ബ്രദർ ഉണ്ട് കേട്ടോ, അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. എന്നോട് പറയാറുണ്ട്, സ്തോത്രം, എന്റെ കുഞ്ഞിനെ കുറിച്ചൊക്കെ പലരും അവന്റെ സാഹചര്യം നോക്കി അവൻ പഠിക്കാൻ മണ്ടന ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവനെ പൊട്ടൻ എന്ന് വിളിച്ചു, അവനെ മണ്ടൻ എന്ന് വിളിച്ചു. എന്നോട് ആ സഹോദരൻ പറഞ്ഞൊരു ടെസ്റ്റ് മണി ഞാൻ പറയാം. സ്തോത്രം. എന്റെ ബ്രദറെ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഇതും കൊണ്ട് എന്റെ ദൈവസന്നിധിയിലേക്ക് വന്ന് കണ്ണുനീരൊഴുക്കി. പിടികിട്ടിയോ? ഇന്ന് ആ കുഞ്ഞ് സ്തോത്രം ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ദൈവാത്മ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ സഹോദരന്മാരുടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾക്കില്ലാത്ത മാന്യത ഞാൻ അവന് കൊടുത്തിരിക്കുന്നത് ഒറ്റ കാര്യമുള്ളൂ, നീ എൻ്റെ വഴി അന്വേഷിച്ചത് കൊണ്ടാണ്.
ഇന്ന് രാത്രി നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ ദൈവമക്കളെ? സ്തോത്രം. നമ്മുടെ നാട്ടുകാരനെ വീട്ടുകാരനെ എല്ലാം വഴി അന്വേഷിച്ചുകൊണ്ട് നടക്കൂല്ലേ? ഇന്ന് രാത്രി നീയും നിന്റെ തലമുറയെ ഹോണറബിൾ ആകണോ? ദൈവം നിങ്ങളെ ഹോണറബിൾ ആക്കും. ഈ രാത്രി ആരോടൊക്കെ ഭയങ്കരമായിട്ട് ദൈവം സംസാരിക്കുന്നു. എബേസ് അവൻ കേട്ട ശാപവാക്കും എടുത്തുകൊണ്ട്, ഞാനിതൊന്നും ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ തീരുമാനിച്ച വിഷയങ്ങളല്ല. പക്ഷേ എന്നോട് കർത്താവ് എന്തോ, ഞാൻ ഒരു കാര്യം ചെയ്തു, പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവൻ നിനക്ക് ആ ജനത്തറിയാം, ജനത്തോട് നീ സംസാരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, എവിടൊക്കെയോ ഹല്ലേലൂയ ശാപവാക്കുകൾ പറഞ്ഞ് ഇനി പുറത്തു വരാൻ സാധിക്കാത്ത നിലവാരത്തിൽ ഹല്ലേലൂയ ശാപവാക്കുകൾക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് രാത്രികാലം നിനക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന രേഖയുമായിട്ട് ഈ രാത്രി നീ ദൈവസന്നിധിയിലേക്ക് വാ. നിന്റെ തലമുറയ്ക്ക് വിരോധമായി എഴുതിയിരിക്കുന്ന രേഖയുമായിട്ട് നീ ദൈവസന്നിധിയിലേക്ക് വാ. ഇന്ന് രാത്രികാലം അനർത്ഥങ്ങൾ വഴിമാറിപ്പോകാൻ പോകുക. എബേസ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവ് നീ നിശ്ചയമായിട്ട് എന്നെ അനുഗ്രഹിക്കണം. കാര്യം എന്താണെന്നറിയോ? ഹല്ലേലൂയ സ്തോത്രം. നീ എന്നെ അനുഗ്രഹിച്ചപ്പെട്ടത് അവർ ശാപവാക്ക പറഞ്ഞു. ശാപവാക്കിന്റെ പിൻപിൽ അനർത്ഥങ്ങളുണ്ട്. അതുകൊണ്ട് എബേസ് ചേർന്ന് പ്രാർത്ഥിച്ചത്, അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമാകരുത്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയാം, നിനക്കെതിരെ വന്ന ശാപവാക്കുകളുമായി, നെഗറ്റീവ് വേർഡുകളുമായി നീ ദൈവസന്നിധിയിലേക്ക് വാ. ഇന്ന് രാത്രികാല അനർത്ഥങ്ങളെ വഴിമാറ്റി വിടുന്ന ദൈവം, നിന്നെ അവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറ, 2026 ദൈവം ഞങ്ങളെ ഹല്ലേലൂയ ഹോണർ ചെയ്യാൻ പോകുന്നൊരു വർഷമായി മാറാൻ പോകുക. എൻ്റെ തലമുറകളെ ഹോണർ ചെയ്യുന്നൊരു വർഷമായി മാറാൻ പോകുക. ഞാൻ ഇതൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ഒരുപക്ഷെ ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിൻ്റെ വേദന ആരും മനസ്സിലാക്കാതെ വേണം. ഈ മീറ്റിങ്ങിനകത്തിൽ നീ ഹൃദയം കൊണ്ട് വീങ്ങി പൊട്ടിയായിരിക്കും ഈ മീറ്റിങ്ങിന് ഇരിക്കുന്നത്. ഞാനിത് പറയുന്നത് ചുമ്മാതെ വെറും വാക്ക് പറയല്ല, ആത്മാവിനോട് പറയുന്നു വേടി ഞാൻ പറയാ. ഈ മീറ്റിങ്ങിനകത്തിൽ ഇരിക്കുന്ന നീ വീങ്ങി പൊട്ടിയ ഹൃദയത്തോടു കൂടിയായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനൊരു ദൂത് കൈമാറാൻ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. വിങ്ങിപ്പൊട്ടിയ ഹൃദയവുമായിട്ട് ഹന്ന ആലയത്തിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ അവളെ ദൈവം ഓർത്തതുപോലെ 2026 ദൈവം ചിലരെ ഓർക്കുന്ന വർഷമായി മാറാൻ പോകുക. 2025 നീ കടന്നുപോയ ചില ശോധനയുടെ റിസൾട്ട് 2026 ദൈവം നിനക്ക് ഓർത്തു തരുന്ന ഒരു വർഷമാക്കി ദൈവം തീർക്കാൻ പോകുന്നത്. ആത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ടൊരു ദൂത് ഈ കൂട്ടത്തെ നോക്കി കൈമാറുക. സ്തോത്രം. മനസ്സ് തകർന്നിരിക്കുന്ന ചിലരോട് പരിശുദ്ധം ഇന്ന് രാത്രികാലം പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം. ഹൃദയം തകർന്നവനെ യഹോവ സമീപസ്ഥന, മനസ്സ് തകർന്നവനെ ആശ്വസിപ്പിക്കുന്ന ദൈവമാ. ഈ രാത്രി ദൈവം ശക്തമായിട്ടൊരു ദൂത് ഈ കൂട്ടത്തോട് കൈമാറുന്നു. മനസ്സ് തകർന്നിരിക്കുന്ന വിഷയങ്ങൾക്കകത്തില്, നീ മനക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്തില് സ്തോത്രം, വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട തരാൻ കഴിയുന്ന ദൈവം ഈ രാത്രി ഒരു ദൂത് കൈമാറുന്നു. നിന്റെ ചില വിഷണ്ണ മനസ്സിന് ഇന്ന് രാത്രികാലം സ്തുതി എന്ന മേലാട കൈമാറുവാൻ തക്കുള്ള ഒരു ചേഞ്ച്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ദൂത് പറയുമ്പോ സ്തോത്രം ഹല്ലേലൂയ ഖുറബാന ശബന റബൽ പെട്ടിക നസിയ രഗൽ കെട്ടിയ റാബൽ പെട്ടിക. ജോസ് മാത്യു അച്ഛാ, നിങ്ങളോട് ഈ ദൂത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ ദൈവാത്മാനോട് പറയുന്നു. സ്തോത്രം. മോർദെഖായി അവനെതിരെ എഴുതിയ രേഖ അറിഞ്ഞപ്പോൾ രട്ടിലും വെണ്ണീറിലും കിടന്നു. സ്തോത്രം. രട്ടിലും വെണ്ണീറിലും കിടന്നു. സ്തോത്രം. 3 ദിവസം ദൈവസന്നിധി ഉപവസിച്ചു. കാര്യം എഴുതിയിരിക്കുന്ന രേഖയുടെ ആധിക്യം അതാണ്. സ്തോത്രം. പക്ഷേ ആ ഉപവാസം കഴിഞ്ഞപ്പോൾ ഹാമാൻ പോലും ചിന്തിക്കാത്ത നിലവാരത്തിൽ ആ രേഖയ്ക്കകത്തുള്ളൊരു മാറ്റം ദൈവം കൊണ്ടുവന്നിട്ട് ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്നത് പോലെ സ്തോത്രം ഒരു ചേഞ്ച്, വസ്ത്രത്തിന് ചേഞ്ച് വന്നു. കർത്താവിനോട് ശക്തമായിട്ട് ഈ ദൂത് കയറി വരുമ്പോൾ നിങ്ങളോട് കുടുംബമായിട്ട് പറയാൻ ദൈവാത്മ പറയുന്നു, ഈ ദിവസങ്ങൾ വസ്ത്രം മാറാൻ പോകുക കേട്ടോ. വസ്ത്രം മാറാൻ പോകുക. ഹല്ലേലൂയ. യെസ്, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൻറ്റിയോട് ഇങ്ങനെ ദൈവാത്മ പറയുന്നു, വസ്തിയെ മാറ്റിയിട്ട് സ്തോത്രം ഒരു എസ്തേറിനെ ഇരുത്തിയതുപോലെ. ഞാൻ ഈ നിമിഷം വരെ നിങ്ങളോടൊരു ദൂത് കണക്റ്റ് ആയില്ലായിരുന്നു. പക്ഷെ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, വസ്തിയെ മാറ്റി എസ്തേറിനെ കയറ്റി. അടുത്തത് സ്തോത്രം അവിടെ തന്നെ ഹല്ലേലൂയ രട്ടിലും വെണ്ണീറിലും കടന്ന് ഉപവസിച്ച ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മോർദെഖായിയുടെ വസ്ത്രം ഒരുപോലെ. എനിക്കറിയത്തില്ല, എന്തോ ദൈവാത്മ ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾക്ക് കുടുംബമായിട്ട് ഒരുപോലെ എന്തോ ഒരു ചേഞ്ച് ദൈവാത്മാവ് സ്തോത്രം ഈ ദിവസങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെന്ന് ആത്മാവിനോട് ശക്തമായിട്ടൊരു ദൂത് കൈമാറാൻ പറയുന്നു. വസ്ത്രം മാറുന്നു കേട്ടോ, വസ്ത്രം മാറുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. എസ്തേറിന്റെ വസ്ത്രം അതുവരെ അതല്ലായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവളുടെ ബാക്ക്ഗ്രൗണ്ടും അതല്ലായിരുന്നു. അവൾക്ക് ഇങ്ങനെ മാറാൻ സാധ്യതയില്ല. മോർദെഖായിക്ക് ഇങ്ങനെ മാറാൻ സാധ്യതയില്ല. എന്തോ നിങ്ങൾ ഇന്ന് രാത്രി ദൂതിനെ പിടിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട് ഒരു മേജർ ഷിഫ്റ്റിംഗ്
ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യാൻ പോകുന്നു. അത് സ്തോത്രം ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവ് ചെയ്യും. 2026 അത് നിങ്ങളുടെ മേലെ എസ്റ്റാബ്ലിഷ് ആക്കുമെന്ന് ആത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ട് ദൂത് കൈമാറും. നിങ്ങളത് വിശ്വസിച്ചോ? ഹല്ലേലൂയ. വസ്ത്രം മാറുന്നത് പോലെ, വസ്ത്രം മാറുക എന്ന് പറഞ്ഞ പൊസിഷൻ മാറുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇതുപോലെ 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 ചില ദൈവപ്രവൃത്തികൾ യെസ് ഹല്ലേലൂയ. ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കണ്ട, സ്ഥിതികൾ നോക്കണ്ട, ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിന് മേൽ കിടപ്പുണ്ടെന്ന് ഈ രാത്രി ദൈവം പറയുന്നു. ഈ ദിവസങ്ങൾ ഉപവസിച്ചോ, പ്രാർത്ഥിച്ചോ, അത് നിങ്ങളുടെ വസ്ത്രം മാറ്റുന്നത് പോലെ, പൊസിഷനുകൾ മാറ്റുന്ന, അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന ചില ഹല്ലേലൂയ വ്യക്തിപരമായി കുടുംബമായി ചില ദൈവപ്രവൃത്തി ാണെന്ന് ആത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ട് ദൂത് കൈമാറുക. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എബേസ് പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവത്തോട് അപേക്ഷിച്ച് ബൈബിൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് കൊടുത്തു. അവൻ അപേക്ഷിച്ചതിനെ അവന് ദൈവം കൊടുത്തു. ദൈവം കൊടുത്തപ്പോൾ എന്തായി തീർന്നറിയാം? അവൻ ഹോണറബിൾ പേഴ്സൺ ആയി തീർന്നു. ഞാൻ ഇന്ന് രാത്രി എന്തോ ഭയങ്കരമായിട്ട് ദൈവം അവനോട് ഇടുന്നു. എവിടെങ്കിലും അല്ലെങ്കിൽ നീ ഒരു നിന്നാവിഷയം ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൈവക്കാൻ പറയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ, അത് സ്തോത്രം മറ്റുള്ളവർ മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം, അത് നിങ്ങളുടെ ആ വിഷയത്തെ അല്ലെ നോ 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 നിങ്ങൾ ഇന്ന് രാത്രി ഹൃദയവേദനയോടെ ദൈവത്തോട് ഈ ദൂതിനെ അങ്ങ് പിടിച്ചോ. ഈ ദൂതിനെ അങ്ങ് നിങ്ങൾ റിസീവ് ചെയ്തു. ഏത് വിഷയത്തിനകത്തിലാണോ നിങ്ങൾ ഹൃദയവേദനയോടെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ആ വ്യക്തി ഞാനാ, സ്തോത്രം ആ വ്യക്തി ഞാനാ, കർത്താവ് ഞാൻ ആ വ്യക്തി. ഹല്ലേലൂയ. ഹന്ന പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തോന്നറിയോ? സ്തോത്രം. എന്തോ എനിക്കറിയത്തില്ല. ദൈവദാസനെ ഭയങ്കരമായിട്ട് പരിശുദ്ധം കണക്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹന്ന പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പുരോഹിതനെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു നീച സ്ത്രീയല്ല, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാണ്. ഇന്ന് രാത്രി ഒത്തിരി മനോവ്യസനത്തോടെ ചില ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ എന്താ അവരെ ചൂണ്ടി വ്യക്തിപരമായിട്ട് ദൂത് പറയാത്തതും അത് ഞാൻ ഹൈഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം, അവരുടെ വ്യക്തിത്വത്തെ ഞാൻ കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചു വ്യക്തിപരമായിട്ട് നിങ്ങളോടുള്ള ദൂത, എനിക്കറിയാം നിങ്ങളോടുള്ള ദൂത, അത് സ്തോത്രം നിങ്ങളോടുള്ള ദൂത. നിങ്ങൾ രഹസ്യമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹന്നെ അത് പറഞ്ഞിട്ട് പോയി കേട്ടോ. പക്ഷെ എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തോന്നറിയോ? സ്തോത്രം. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹന്ന പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ട് ആലയത്തിലോട്ട് വന്നിട്ട്, ഇപ്പം കരഞ്ഞോണ്ടല്ല വരുന്നത് കേട്ടോ, കരഞ്ഞോണ്ടല്ല, സന്തോഷത്തോടെ വന്നിട്ട് നീച സ്ത്രീ എന്ന് പറഞ്ഞില്ലേ, ആ പുരോഹിതന് മുമ്പിലോട്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞ, വേണ്ടേ ഈ വിഷയത്തിനായിരുന്നു ഞാൻ കരഞ്ഞത്. ഇന്ന് രാത്രി എത്രയൊക്കെ ദൂതിന്റെ ആഴം പിടികിട്ടി. നിനക്ക് കാണിക്കാൻ ചില സാക്ഷ്യങ്ങൾ ദൈവം തരാൻ പോവാ. നിനക്ക് കാണിക്കാൻ ഇന്ന് നിനക്ക് കാണിക്കാൻ ഒരു സാക്ഷ്യമില്ല, നിനക്ക് ബോധ്യപ്പെടുത്താൻ ഒന്നുമില്ല. ഞാൻ ചിലരെ ആത്മാവിൽ കണ്ടോണ്ടായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മെസ്സേജ് എടുക്കുകയല്ല, വചന ശുശ്രൂഷ ചെയ്യുക. ആത്മാവിൽ ചില ഹൃദയങ്ങളെ കണ്ടോണ്ട. നിനക്ക് ഇന്ന് പറയാനും കാണിക്കാനും ഒന്നുമില്ല. നിനക്കൊരു ടെസ്റ്റ് മണി, നിന്റെ ന്യായം നിനക്ക് നഷ്ടപ്പെട്ട് നിൽക്കുക. നിന്റെ ന്യായം നിനക്ക് നഷ്ടപ്പെട്ട് നിൽക്കുക. പക്ഷെ ഇന്ന് രാത്രി നീതിയുള്ള ന്യായാധിപതി നിനക്ക് വേണ്ടി ഇറങ്ങുന്ന രാത്രിയാണ്. നീതിയുള്ളൊരു ന്യായാധിപതി, യെസ്, നീതിയുള്ളൊരു ന്യായാധിപതി നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ചലിക്കാൻ പോവുക. ഹന്ന വന്നിട്ട് പറയാ, ഈ ബാലനായിട്ട് ഞാൻ യഹോവയോട് അപേക്ഷിച്ചത്. ആ ബാലൻ്റെ ഒരു പ്രത്യേകത കൂടെ ഞാൻ പറയാം. എന്താണെന്നറിയോ? കരഞ്ഞതിൻ്റെ റിസൾട്ട് സൂപ്പർ നാച്ചുറൽ ആയിരുന്നു. ദാൻ മുതൽ ബെർശവ വരെ അറിയപ്പെടുന്ന ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാഹം തീർന്നില്ല. സ്തോത്രം. ഞാൻ കുറച്ചു മുമ്പേ കൾച്ചറിൻ്റെ കാര്യം പറഞ്ഞില്ലേ? സ്തോത്രം. ആലയത്തിനകത്തുള്ളൊരു ബാഡ് കൾച്ചർ നടക്കുക. സ്തോത്രം. ഏലിയുടെ മക്കളുടെ കൾച്ചർ. പക്ഷെ അതിനകത്തിൽ കരഞ്ഞ ഹന്നയുടെ തലമുറ കൾച്ചറത്തോടാതെ നിന്നുപോയ ദൈവശബ്ദങ്ങളെ പുനഃസ്ഥാപിക്കുക. തിരുവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ദർശനങ്ങൾ ഏറെയില്ലായിരുന്നു, ഹല്ലേലൂയ, വചനം ദുർലഭമായിരുന്നു. പക്ഷേ കരഞ്ഞ ഹന്നയുടെ, നിന്നനുഭവിച്ച ഹന്നയുടെ ഹല്ലേലൂയ സ്തോത്ര തലമുറ റിസ്റ്റോർ ചെയ്തെടുത്തു. ഇന്ന് രാത്രി ആർക്കുമില്ലാത്ത നിന്നയും വേദനയിൽ കൂടി നീ കടന്നു പോകുന്നോ? ഹല്ലേലൂയ. ചിലത് നീ റിസ്റ്റോർ ചെയ്യാൻ പോവുക, ചിലത് നീ റിസ്റ്റോർ പുനഃസ്ഥാപനത്തിന്റെ ഒരു വർഷമാക്കി. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനെ, ഹല്ലേലൂയ സ്തോത്രം, വർഗീസ് പാസ്റ്ററെ, നിങ്ങളുടെ ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ദൈവാത്മ ഇങ്ങനെ ഒരു ദൂത് കൈമാറുന്നു. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. 2026 ചില പുനഃസ്ഥാപനങ്ങളുടെ വർഷമാക്കി ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ദൈവം തീർക്കാൻ പോകുന്നു. 2026 പുനഃസ്ഥാപനങ്ങൾ നടക്കാൻ പോകുന്നു. എവിടൊക്കെയോ നിന്നുപോയത് ചിലത്, പ്രത്യേകിച്ച് സ്പിരിച്വൽ ലെവലിൽ നിന്നുപോയത് ചിലതിനെ ദൈവാത്മാവ് 2026 പുനഃസ്ഥാപിക്കാൻ പോകുന്നു. അത് കുടുംബ
കുടുംബങ്ങളിൽ പുനഃസ്ഥാപിക്കും, സഭയിൽ പുനഃസ്ഥാപിക്കും, അത് നിങ്ങളിൽ കൂടെ ദേശത്തിൽ പുനഃസ്ഥാപിക്കും. യെസ്, കർത്താവിന്റെ അഭിഷേകത്തിനെ വിശ്വസിച്ചു. നിങ്ങളിൽ കൂടെ, ഈ കൂട്ടത്തിൽ കൂടെ ദേശത്തിൽ ദൈവം ചിലതിനെ പുനഃസ്ഥാപിക്കാൻ പോവുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ റഷവന റബൽ പെട്ടികന. സ്തോത്രം. ഹല്ലേലൂയ. റബന ശബന റബൽ പെട്ടിക, റാസ്തിയ രഗൽ കെട്ടിയ, റബനസിയ റബൽ പെട്ടിക. സ്തോത്രം, സ്തോത്രം. റബന ഷുഡിയ റബൽ പെട്ടിക നസ്തിയ രഗൽ കെട്ടിയ. സ്തോത്രം. ഹല്ലേലൂയ. ജോസ് തോമസ് ദാസനെ ഡിവൈസ് ചെയ്തിരിക്കുന്ന ആ കുടുംബത്തോട് ദൈവാത്മാവിടെ വിടുന്നു. സ്തോത്രം. തലമുറകളുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. എന്നോട് ഭയങ്കരമായിട്ടൊരു ദൂത് കൈമാറും. ഏതെങ്കിലും യൂറോപ്പ് പറഞ്ഞു. സ്തോത്രം. എവിടെയാ? ഇതിനകത്ത് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സെയിം സാമ. സ്തോത്രം. എന്ത് ചെയ്യാ അവര്? എനിക്ക് എന്നോട് പരിശുദ്ധം പറഞ്ഞൊരു കാര്യം കണക്ട് ചെയ്യാനാ, ഒന്ന് കൺഫേം ചെയ്യാനാ. എന്ത് ചെയ്യാ അവര്? മോള് രണ്ടുപേരും ജോലി ചെയ്യുന്നു. എവിടെ? ഏത് രാജ്യത്താ? ഇവിടുത്തെ സിംഗപ്പൂരിൽ തന്നെ. എന്തിനാ ഞാനിത് ചോദിച്ചതെന്നറിയാമോ? കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, തലമുറകളോടുള്ള ബന്ധത്തിൽ സ്തോത്രം ചില കൾച്ചറുകളെ സ്തോത്രം ദൈവം പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. തലമുറകളോടുള്ള ബന്ധത്തിൽ സ്തോത്രം ചില കൾച്ചറുകളെ ദൈവം പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ചില പുനഃസ്ഥാപനങ്ങൾ നിങ്ങളുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ കണക്ട് ചെയ്ത് ദൈവം ചെയ്യാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറയാൻ പറയുന്നു. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. 2026 നിങ്ങളുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ ചില പുനഃസ്ഥാപനങ്ങൾ, നിന്നുപോയ ചിലതിനെ സ്തോത്രം ഇന്ന് നിങ്ങൾ നോക്കുമ്പോൾ പല മേഖലകളിൽ ദൈവദാസനെ സാധ്യതകളൊന്നുമില്ല. പക്ഷേ എന്നോട് അങ്ങനെ കർത്താവ് പറയും, തലമുറകളോടുള്ള ബന്ധത്തിൽ ചില പുനഃസ്ഥാപനങ്ങൾ 2026 ദൈവം ചെയ്യാൻ പോകുക ഈ പട്ടണത്തിന് നടുവിൽ കേട്ടോ. 2026. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ഈ ചർച്ചുമായിട്ട് കണക്റ്റഡ് ആണോ? യെസ്, അതെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, കർത്താവിന്റെ ദാസനെ സ്തോത്രം ഈ ചർച്ചുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ 2026 ഭയങ്കര പുനഃസ്ഥാപനങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. അപ്പോൾ തന്നെ സ്തോത്രം തലമുറകളുടെ മേൽ ഭയങ്കര പുനഃസ്ഥാപനം അടുത്തൊരു ജനറേഷനെ ഞാൻ കാണുന്നു പാസ്റ്ററെ. ഈ ചർച്ചുമായി ബന്ധപ്പെട്ട്, ഈ കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടോ. ഈ കൂട്ടവുമായിട്ട്, ഈ ചർച്ചുമായിട്ട് കണക്ട് ചെയ്താൽ ഞാൻ ഈ ദൂത് ഇപ്പോൾ കൈമാറിക്കൊണ്ടിരിക്കുക. എന്നോട് ഭയങ്കര പരിശുദ്ധമായ ദൈവാത്മാവിനെ ഹല്ലേലൂയ പ്രാരംഭത്തിലൊരു ദൂത് കാണിച്ചു. ഈ ദൈവമനുഷ്യന്റെ പ്രാർത്ഥനയുടെ പിമ്പിൽ ചില വിത്തുകൾ കിളിർത്തു വരുന്നൊരു കാഴ്ച എന്നെ ദൈവാത്മാവ് കാണിച്ചു. നാളുകളായി വിത്തിട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷെ ആ വിത്ത് കിളിർത്തു വരുന്നൊരു കാഴ്ച കാണിച്ചു. വീണ്ടും ദൈവാത്മാവിനോട് പറയുന്നു, ഹല്ലേലൂയ, ഈ ചർച്ചുമായി ബന്ധപ്പെട്ട അനേക തലമുറകളെ മാതൃകയുള്ള തലമുറയായും ദൈവശബ്ദത്തെ പുനഃസ്ഥാപിക്കുന്ന ദൈവശബ്ദങ്ങളെ പുനഃസ്ഥാപിക്കുന്ന രാജ്യത്തിന്റെ കൾച്ചർ തൊടാത്ത, പട്ടണത്തിന്റെ കൾച്ചർ തൊടാത്ത, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുടെ വീടിന്റെ മുൻപിൽ അല്ല, നിങ്ങളുടെ സിറ്റ് ഔട്ടിൽ അല്ല, നിങ്ങളുടെ പടിയിൽ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾക്ക് എങ്ങനെയാണോ സാഹചര്യം അതിന്റെ മുമ്പിൽ നിങ്ങൾ വിശ്വാസത്തോട് ഒരു വര വരച്ചിട്ട് പറയണം, എന്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ടും അല്ലെങ്കിൽ അകത്തോട്ടും കയറുന്ന എന്റെ തലമുറകൾ, എന്റെ കുടുംബം, ഹല്ലേലൂയ, ഒറ്റ ശത്രു തൊടാതെ, ദേശത്തിന്റെ കൾച്ചർ തൊടാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ ഏഞ്ചൽസിനെ ഞാൻ ഇവിടെ കാവൽ നിർത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. തൊടാൻ വരുന്ന ശക്തികളുടെ കണ്ണുകളെ ഹല്ലേലൂയ കുരുടാക്കി കളയുന്ന ദൈവത്തിന്റെ ഏഞ്ചൽസിനെ ഞാൻ നിർത്തുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ചിലർക്ക് വേണ്ടി ഹല്ലേലൂയ പുനഃസ്ഥാപനങ്ങൾ നടക്കാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ വർഷവും ഹന്ന ആ കുഞ്ഞിനെ കാണാൻ പോകും കേട്ടോ. സമയം തീരാ, പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താം. സ്തോത്രം. എങ്ങും എത്തിയില്ല, ഭയങ്കര ആത്മസാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. എല്ലാ വർഷവും ഹന്ന ആ തലമുറയെ കാണാൻ ആലയത്തിലേക്ക് ചെല്ലും. ഒരു വസ്ത്രവും തയ്പ്പിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. സ്തോത്രം. ഞാൻ ഇങ്ങനൊരു ദൂത് കൈമാറാം. അവളുടെ ആ വസ്ത്രം മുഴുവൻ കണ്ണുനീരായിരിക്കും. കാര്യം എന്താണെന്നറിയോ? ആലയത്തിൽ ആ കുഞ്ഞിനെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. കുഞ്ഞ് കാണുന്നത് മുഴുവൻ പാവമാണ്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം സ്തോത്രം ഒരിടത്ത് ചെന്നപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാസ്റ്ററിന്റെ വീട്ടിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, അവരുടെ ചർച്ചിലുണ്ടായ കുറേ വിഷയങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പിടിച്ചോ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് ടെസ്റ്റ് മണി കയറി വരുന്നത് ചില ദൂതുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യുമ്പോഴേ കയറി വരുന്നത്. അവരിങ്ങനെ പറഞ്ഞു, ദൈവാസനെ സ്തോത്രം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്തോത്രം ഇംഗ്ലീഷ് ചർച്ചിൽ പോകാനുള്ള കാരണം, അവർ മലയാളം ചർച്ചാണേ, ഇംഗ്ലീഷ് ചർച്ചിൽ പോകാനുള്ള കാരണം ഈ വിഷയങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ ഇംഗ്ലീഷ് ചർച്ചിൽ പോയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അവരെ അറിയാം. പക്ഷേ ഇംഗ്ലീഷ് ചർച്ചിലാണെങ്കിൽ അവർ സ്പിരിച്വലി ഒന്നും ഒരു വളർച്ചയില്ല അവർക്ക്. അവർ ആരാധനയ്ക്ക് വരുന്നു എന്നല്ലാതെ ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഈ ദൂതിനൊന്ന് പിടിക്കാൻ പറ്റുമോ ദൈവമക്കളെ? ഈ ദൂതിനൊന്ന് പിടിക്കാൻ പറ്റുമോ? സ്തോത്രം. ഏത് ഇംഗ്ലീഷ് ചർച്ചോ മലയാളം ചർച്ചോ ഒന്നും അല്ലാതല്ല. സ്തോത്രം. ഹന്ന കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി. ഹന്ന വസ്ത്രവുമായിട്ട് ചെല്ലുമ്പോൾ, കർത്താവേ, എൻ്റെ കുഞ്ഞിനെ അവിടെ ഗൈഡ് ചെയ്യുവാൻ തക്കവണ്ണം
ഏലി പുരോഹിതന്റെ കണ്ണും മങ്ങി. ഏലിയുടെ മക്കളെ നോക്കാൻ പറ്റത്തില്ല. എന്തുണ്ട് ആലയത്തിനകത്ത് നോക്കാൻ? സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, പ്രതീക്ഷ വല്ലതും ഉണ്ടോ? സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഇവിടെയുള്ള അഭിഷിക്തന്മാരോട് ദൈവമക്കളോട് പ്രതീക്ഷ വല്ലതും ഉണ്ടോ? ഒരു പ്രതീക്ഷ ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ജോസ്? ഒന്നുമില്ല. കർത്താവിദാസിനെ ചൂണ്ടിക്കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ചൂണ്ടിക്കാണിക്കാൻ നിൽക്കുമ്പോൾ ഹന്ന കരയുക. പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ലെങ്കിലും ഹന്നയ്ക്കറിയാം, എന്നെ ഓർത്ത ദൈവം ഡയറക്റ്റ് ദൈവശബ്ദം ഈ കുഞ്ഞു കേൾക്കുക. ഓ, ഡയറക്റ്റ് ഈ ദൈവശബ്ദം ഈ കുഞ്ഞു കേൾക്കുക. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? എൻ്റെ തലമുറകൾ ഒരുപക്ഷെ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല അവരുടെ മുമ്പിൽ മാതൃക എന്ന് പറയാൻ, പക്ഷെ ഡയറക്റ്റ് ദൈവശബ്ദം ഹല്ലേലൂയ കേട്ട് സ്തോത്രം, തലമുറകൾ ഹല്ലേലൂയ സ്തോത്രം, ആ തലമുറ ഇന്ന് രാത്രി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ, നിന്റെ തലമുറയെ അങ്ങനെ മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മാതൃകയുള്ള തലമുറയാക്കി ഈ രാത്രി ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. സ്തോത്രം. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ദൂതനെ പിടിച്ചോ? വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാത്രി ദൂതനെ പിടിച്ചോ? സ്തോത്രം. ഹല്ലേലൂയ. നിന്നുപോയ ദൈവശബ്ദത്തിനകത്തിൽ ദൈവശബ്ദത്തെ പുനഃസ്ഥാപിക്കാൻ ഒരു ശമൂവേൽ. റീസൺ കരയുന്ന ഹന്ന. പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ചർച്ചല്ല നമ്മുടെ വിഷയം, പാസ്റ്ററല്ല നമ്മുടെ വിഷയം, കൾച്ചറല്ല നമ്മുടെ വിഷയം. നീ കരയാൻ തയ്യാറാണെങ്കിൽ ചിലത് പുനഃസ്ഥാപിക്കാൻ പോവുക. ചില വീടുകൾക്കകത്തിൽ ഇന്ന് രാത്രി ദൈവശബ്ദം പുനഃസ്ഥാപിക്കപ്പെടാൻ പോവുക. തലമുറകൾ ദൈവശബ്ദം കേൾക്കാൻ പോവുക. കുടുംബങ്ങൾ ദൈവശബ്ദം കേൾക്കാൻ പോവുക. നഷ്ടപ്പെട്ടു പോയ ദൈവശബ്ദത്തെ അടുത്ത റലത്തിൽ നിങ്ങൾ പുനഃസ്ഥാപിക്കാൻ പോവുക. ഞാൻ ഇന്ന് രാത്രി കാലം പറയാം, എന്നോട് ഭയങ്കരമായിട്ട് ദൈവം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊണ്ടുവന്ന ദൂതോ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ച ഒന്നുമല്ല ദൈവം എന്നോട് സംസാരിച്ചത്. ഞാനൊരു കാര്യം ഇങ്ങനെ പറയാം, ഈ ദൈവ മനുഷ്യന്റെ പ്രാർത്ഥനയായിരിക്കും ഇന്ന് രാത്രി പരിശുദ്ധം ഇങ്ങനെ എന്റെ ദൂതിനെ തിരിച്ചുവിട്ടത്. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ സ്തോത്രം, ഒരു പുനഃസ്ഥാപനം ഹല്ലേലൂയ നിങ്ങളിൽ കൂടെ നിങ്ങളുടെ പട്ടണത്തിന് നടുവിൽ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് ആത്മാവ് ഇന്ന് രാത്രി ശക്തമായിട്ട് ഇടപെടുന്നു. അതിനകത്തിൽ ചില സെപ്പറേറ്റ് ചെയ്ത് ദൈവം വേർതിരിക്കാൻ പോകുക. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, എന്റെ കുടുംബത്തിനകത്തിൽ അങ്ങനെ ഒരു ദൈവിക സന്ദർശനം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ തലമുറയെ ദൈവം ടച്ച് ചെയ്യാൻ പോവാ. സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേലിന് വിരോധമായി എഴുതിയ രേഖ ഫലിക്കാതെ പോയി. ദൈവം കേടുവരുത്താൻ സമ്മതിച്ചില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, കൾച്ചർ നിന്റെ തലമുറയ്ക്ക് കേടുവരുത്താൻ സമ്മതിക്കത്തില്ല. എന്തോ എനിക്കറിയത്തില്ല. പിന്നെയും ദൈവം എന്നോട് അത് തന്നെ, കൾച്ചർ നിന്റെ തലമുറയ്ക്ക് കേടുവരുത്തത്തില്ല. ഒരു സ്വഭാവങ്ങൾ നിന്റെ തലമുറയ്ക്ക് കേടു. ഇന്ന് രാത്രി ഒരുപക്ഷെ അങ്ങനെ കേടുവന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂതിനെ പിടിച്ചിട്ട് നീ പറ, തിരിക്കും. എനിക്ക് സമയമില്ല, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച സാക്ഷിയൊക്കെ പറഞ്ഞായിരുന്നു ഒത്തിരി പേരുടെ കാര്യം. സോദരൻ, തിരിക്കും. ദൈവം തിരിക്കാൻ പോകും ഇന്ന് രാത്രി. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ 2026 ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നാൽ, ഇനി ദൈവം ഒരു അവസരം നിങ്ങളുടെ മധ്യത്തിൽ തരികയാണെങ്കിൽ സ്തോത്രം, ദൈവം തിരിച്ച സാക്ഷ്യങ്ങൾ നിങ്ങളിലൂടെ വരുന്നത് സ്തോത്രം കാണുവാനും കേൾക്കുവാനും ദൈവം ഇടയാക്കും. ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ സ്തോത്രം ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ഒരമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് എന്നെ ഈ നിലവാരത്തിൽ നിർത്തിയത്. ഞാൻ എപ്പോഴും ദൈവത്തോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യമാണ്, ഒത്തിരി ഇതേപോലെ ജീവിതത്തിൻ്റെ ഒത്തിരി പ്രശ്നങ്ങൾ കയറി വരുമ്പോൾ സ്തോത്രം നിൽക്കാൻ പറ്റാത്തതുപോലെ തോന്നുമ്പോൾ ദൈവത്തോട് കർത്താവേ, ഒരു കണ്ണുനീര് എവിടെ വരെ നിർത്തിയത്, വീഴല്ലേ കർത്താവ്, വീഴാതെ ദൈവം സൂക്ഷിക്കണമേ. സ്തോത്രം. എന്താ സ്തോത്രം ശമൂവേൽ, എന്താ നീ വീഴാഞ്ഞത്? ഒരു കണ്ണുനീരെൻ്റെ പുറകെ കിടപ്പുണ്ട്. വീഴ്ത്താൻ നിൽക്കുന്ന ശക്തിക്കും വീഴ്ത്താൻ പറ്റത്തില്ല. ഇന്ന് രാത്രികാലം യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ഹല്ലേലൂയ, നിന്റെ സ്വരൂപവും മേലെഴുത്തു ഏതാ? സ്തോത്രം. ദൈവത്തിൻ്റെ സ്വരൂപവും മേലെഴുത്തുവാണെങ്കിൽ വീഴ്ത്താൻ പറ്റത്തില്ല കേട്ടോ. വീഴ്ത്താൻ പറ്റും. ചിലർക്കത് പിടികിട്ടി. സ്തോത്രം. വീഴ്ത്താൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഒരാളുടെ കഴിഞ്ഞ ദിവസം സംസാരിച്ചും പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ അമേരിക്കൻ കൾച്ചറും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൾച്ചറിലോട്ട് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ദൈവം കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, ഈ കൂട്ടത്തെ ഞാൻ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവരോട് സംസാരിച്ചു. ഇന്ന് രാത്രിയിൽ കരയുന്ന കണ്ണുനീരോടെ ഭാരത്തോടെ ആയിരിക്കുന്ന ഒരു കൂട്ടം ഹല്ലേലൂയ ജനമുണ്ട്. ഇവർക്ക് വേണ്ടി ഇന്ന് രാത്രി സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില ദൈവപ്രവൃത്തികൾ ഈ കൂട്ടത്തിന് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അതൊരു വിടുതലാക്കി ദൈവം തീർത്തനായ സ്തോത്രം. ഈ കർത്താവെ അഭിഷിക്ത ദൈവമനുഷ്യനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തനെ സഹായിക്കണം. അടുത്തൊരു ജനറേഷനെ ദൈവാത്മാവ് സ്തോത്രം ഈ ദൈവമനുഷ്യനിൽ കൂടെ കാണുവാൻ കൃപ കൊടുക്കണം. കർത്താവിൻ്റെ അഭിഷേകത്തിന് വിശ്വസിച്ച് എന്നോട് കർത്താവ് ആവർത്തിച്ച് പറയുന്നു കേട്ടോ. അടുത്ത ഈ പുതിയ വർഷം അടുത്തൊരു ജനറേഷനെ കാണും. ആ ലെവലിലേക്ക് കർത്താവ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് സ്തോത്രം. ഈ മിനിസ്ട്രിയെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാൻ ആക്ച്വലി എനിക്ക് ദൈവം ഇന്നലെ ചെയ്തൊരു ഉപകാരം ഞാൻ പറയാം. എനിക്ക് ആദ്യമായിട്ട് അങ്ങോട്ട് സംഭവം നടക്കുന്നത്, കർത്താവിൻ്റെ അഭിഷിക്തം എന്നോട് കൃത്യമായിട്ട് സ്തോത്രം ഇന്ത്യൻ ടൈം തന്നെ എന്നോട് കർത്താവിൻ്റെ അഭിഷിക്തം പറഞ്ഞത്. പക്ഷേ എൻ്റെ മൈൻഡിലോട്ട് ഇന്ത്യൻ ടൈം കയറുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ട് മെസ്സേജ് അയച്ചു, അല്ല ഇന്ത്യൻ ടൈം കയറുന്നില്ല. ഞാൻ UAE ടൈം വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സമയമാകുമ്പോഴേ ഞാൻ മീറ്റിംഗ് കയറത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ ഇരിക്കുക. ഞാൻ ഇന്നലെ വൈകിട്ട് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി അവിടെ ഇരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, എടാ നിന്റെ മനസ്സിൽ കയറി കിടക്കുന്ന റോങ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അത് മാറ്റ്. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുവാ? എടാ അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ടൈമാ. എനിക്ക് അങ്ങനെ അത് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ മൈൻഡിനെ ഉൾപ്പെടെ ശത്രു ബ്ലോക്ക് ചെയ്യാൻ നോക്കി. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. അയ്യോ കർത്താവേ സ്തോത്രം, എന്നെ കർത്താവ് സഹായിച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പുതിയ വർഷം നിങ്ങളുടെ ലൈഫിനകത്തിൽ അടുത്തൊരു ജനറേഷൻ സ്തോത്രം നിങ്ങളുടെ വീടുകൾക്കകത്തിൽ ദൈവപ്രവൃത്തിയുടെ ദിനങ്ങളായി മാറട്ടെ. ഗോഡ് ബ്ലസ് യു. അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ അഭിഷിക്തരോട് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.